ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. സമന്വയാധികരണം 4. അവിടെ നമ്മൾ ചിന്തിച്ചത് ക്രിയ ചെയ്ത് കർമ്മത്തിലൂടെ കണ്ടെത്തേണ്ടതല്ല ആത്മാവിനെ. കർമ്മം അന്ധക്കരണ ശുദ്ധിക്ക് വേണ്ടിയുള്ളതാണ് എന്നാണ് പറഞ്ഞത്. ഇന്ന ക്രിയകളോ ഇന്ന പ്രാർത്ഥനകളോ ഇന്ന വഴിപാടുകളോ ചെയ്തതുകൊണ്ട് ആത്മജ്ഞാനം ഉണ്ടാവില്ല. ആത്മജ്ഞാനത്തിന് അനുയോജ്യമായ അന്ധക്കരണ വിശുദ്ധി ഉണ്ടാവും. ചിത്തസ്യ ശുദ്ധയേ കർമ്മ എന്നുണ്ട്. ചിത്തസ്യ ശുദ്ധയേ കർമ്മ എന്ന് പറഞ്ഞാൽ നാമജപം പോലെ തന്നെ ചിത്തശുദ്ധി ഉണ്ടാക്കുന്നതിൽ കർമ്മത്തിന് മുഖ്യ പങ്കുണ്ട്. എന്താ യുക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പണിയെടുക്കാതെ മടിയന്മാരും മന്ദന്മാരുമായിട്ട് കുത്തിയിരുന്നാൽ അയാളിൽ അന്ധക്കരണം വികലമായി അയാൾ വേണ്ടാധീന പ്രവർത്തികളിലേക്ക് പോകാം. ആ പോക്കിനെ തന്നെയാണ് അന്ധക്കരണം അശുദ്ധി എന്ന് പറയുന്നത്. അല്ലാതെ അശുദ്ധി ശുദ്ധാശുദ്ധങ്ങളൊന്നും നമ്മൾ മലയാളത്തിൽ പറയുന്ന തൊട്ടുകൂടായ്മയോ തീണ്ടിക്കൂടായ്മയോ ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളതായോ ഉള്ള ശുദ്ധാശുദ്ധങ്ങളൊന്നും ശാസ്ത്രീയമല്ല. അതൊക്കെ പിന്നെ നമ്മൾ ഉണ്ടാക്കിയതാണ്. അത് ഒരിക്കലും ശാസ്ത്രത്തിൽ അതിന് സ്ഥാനമേ ഇല്ല ശുദ്ധാശുദ്ധങ്ങൾക്ക്. പക്ഷേ ഇവിടെ ശുദ്ധാശുദ്ധങ്ങൾ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അന്ധകരണം എന്ന് പറഞ്ഞാൽ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ബാഹ്യകരണങ്ങൾ എന്ന് പറഞ്ഞാൽ ചെവി, കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, വാക്ക്. ഈ ബാഹ്യകരണങ്ങളും അന്ധകരണങ്ങളുമാണ് നമ്മളെ നയിക്കുന്നത്. ബാഹ്യകരണങ്ങൾ കണ്ട വസ്തുക്കളെ അന്ധകരണത്തിന് സമർപ്പിക്കുന്നു, മനസ്സിന് സമർപ്പിക്കുന്നു. അപ്പം എന്തായി? പുറത്തുള്ളതിനെ പുറത്ത് നിർത്തുകയാണെങ്കിൽ കുഴപ്പമില്ല, അത് അകത്ത് കയറ്റി വെച്ചു. അത് കൊള്ളാലോ എന്നുള്ള തോന്നലുണ്ടായി. കണ്ണുകൊണ്ട് ഒരാളെ ഒരു വസ്തുവിനെ കണ്ടു, അല്ല ഒരു സ്ത്രീ ഒരു പുരുഷനെ കണ്ടു, ഒരു പുരുഷൻ സ്ത്രീനെ കണ്ടു, എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ആസ്വദിച്ചു, ഭംഗി ആസ്വദിച്ചു, ഒരു കുഴപ്പമില്ല. പക്ഷെ അതേസമയത്ത് അടുത്ത് തോന്നി അത് കൊള്ളാലോ എന്ന് തോന്നി, കൊള്ളിക്കണം. അപ്പോൾ പുറത്തുള്ളതിനെ പുറത്ത് നിർത്തുകയാണെങ്കിൽ കുഴപ്പമില്ല, പുറത്തുള്ളതിനെ അകത്ത് കൊണ്ടെന്ന് വെച്ചു. പിന്നെ എന്തായി? അതിനെക്കുറിച്ച് ചിന്തയായി. അങ്ങനെയാണ് അന്ധകരണം മലിനമാവുന്നത്. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഈ ഒരു വിഷയം മാത്രമല്ല, സ്ത്രീ പുരുഷ സംബന്ധമായ വിഷയം മാത്രമല്ല കാമം. കാമം എന്ന് പറഞ്ഞാൽ അത് കൊള്ളാലോ ഇത് കൊള്ളാലോ എന്നുള്ള വസ്തുവകകളാവാം, സ്വത്താവാം, അല്ലെങ്കിൽ പുറമുള്ളത് എന്തായാലും അത് കൊള്ളാലോ, അതെനിക്ക് കിട്ടിയ തിരക്കടില്ലായിരുന്നു, അത് എൻ്റെതായ തിരക്കടില്ലായിരുന്നു. അത് കൊള്ളാലോ എന്ന് പറഞ്ഞാൽ മാത്രമേ, കൊള്ളാലോ എന്നുള്ളതിൻ്റെ അടുത്ത ഘട്ടം അതെനിക്കായ തിരക്കടില്ലായിരുന്നു. അപ്പോഴേക്കും നമ്മൾ ഉള്ളിൽ മെനഞ്ഞുണ്ടാക്കുകയായി. അതുകൊണ്ട് ഞാൻ ഇന്ന പദ്ധതി ആവിഷ്കരിച്ചു, ഉള്ളിൽ മെനഞ്ഞുണ്ടാക്കി. പലതും അങ്ങനെയാണ്. അതിപ്പോൾ ഒരു വീട് വയ്ക്കേണ്ട കാര്യമായാൽ അങ്ങനെയൊക്കെ ആവാം. പക്ഷെ അത് അവിടെ നിൽക്കുന്നില്ല. ഒന്ന് കിട്ടിയാൽ മറ്റൊന്ന്, ഒന്ന് കിട്ടിയാൽ മറ്റൊന്ന്, ഒന്ന് കിട്ടിയാൽ മറ്റൊന്ന്, ഇങ്ങനെ ഒന്നിൻ്റെ പിന്നാലെ മറ്റൊന്നിൻ്റെ പിന്നാലെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏത് കാലത്തും നമ്മളെ മുഖ്യമായ പദ്ധതി, അതായത് ഇപ്പോൾ ആധ്യാത്മിക ആയാലും മറ്റ് മുഖ്യമായത് നമ്മൾ വിട്ടുപോവാണ്. നമ്മൾ ഭൗതിക സുഖത്തിൻ്റെ സൗകര്യങ്ങളുടെ പിന്നാലെ പരക്കം പായാൻ പോവാണ്. അതാണ് അന്ധകരണത്തിൻ്റെ മാലിന്യം. വരുന്നത് വരട്ടെ, കിട്ടുന്നതുകൊണ്ട് തൃപ്തിപ്പെടാനല്ല നമുക്ക് കഴിയുന്നത്. ഒന്ന് കിട്ടിയാൽ അത് പോരാ, ഇനി അതിലും വിപുലമാക്കണം. അങ്ങനെ ആ ഒരു ചിന്തയിൽ പോയി നമ്മളെ തന്നെ മറന്നു പോവാം. ഈ അന്ധകരണ മാലിന്യത്തെ ഇല്ലാതാക്കാൻ നല്ലോണം കഠിനാധ്വാനം ചെയ്യുന്നത് നല്ലതാണ്. എങ്ങനെയൊക്കെ? കായേന വാച മനസേന്ദ്രിയ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ കായേന മനസാ ബുദ്ധ്യ കേവലൈ ഇന്ദ്രിയൈരപി എന്ന് ഗീത.
മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും വെറുതെ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തോണം. അപ്പോൾ വർക്ക് ചെയ്താൽ ശമ്പളത്തിന് മാത്രമല്ല, ജീവസന്ധാരണത്തിന് വേണം. പക്ഷെ വെറുതെ ഇരിക്കുന്നവരിലാണ് മറ്റവനെ വെറുതെ വിടാൻ വയ്യ എന്നുള്ള തോന്നലുണ്ടാവുന്നത്. അതെ അതെ, അതിനെന്ത് വേണം? ഇന്ദ്രിയങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പണി കൊടുക്കണം. മടിയന്മാരും അന്ധന്മാരും ആയിട്ട് ഇരുന്നാൽ മനസ്സ് പണിയെടുക്കാൻ തുടങ്ങും. അതുകൊണ്ട് മഹാത്മാക്കൾ വരെ ഓൽക്ക് ഒരു പ്രയോജനം ഇല്ലെങ്കിൽ പോലും ഓലെ എവിടെയെങ്കിലും ഇരുന്ന് വിചാരിക്കുക. ഓൽക്ക് കിട്ടേണ്ട ദക്ഷിണ കൊണ്ടൊന്നും കിട്ടിയാൽ തന്നെ ഓലെ എന്തിനു വേണ്ടിയിട്ടാണ്? കഠിനാധ്വാനം ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കും. എന്തിനാണ്? ചിത്ത അശുദ്ധി കയറാതിരിക്കാൻ വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അശുദ്ധി ശരീരമുള്ള കാലത്തോളം ഉണ്ട്. പക്ഷെ അതിനെ സ്വീകരിക്കുന്ന മനോഭാവത്തിൽ മാത്രമേ അവിടെ മഹാത്മാവും ദുരാത്മാവും രണ്ടുള്ളൂ സ്വീകരിക്കുന്നിടത്ത്. അപ്പോൾ അത് കജ്ജളം പറ്റിയ സ്വർണവും നിഷ്പ്രഭം എന്ന് പറഞ്ഞാൽ ഈ പൊടി ചളികളൊന്നും തട്ടാതിരിക്കാൻ വേണ്ടി എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഉപകരണം. ഇനിയിപ്പം നമുക്കറിയാലോ, ഒരു ശരീരം വേണ്ടത്ര അധ്വാനിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ രോഗം ഉണ്ടാവും. എന്നിട്ടാണ് വ്യായാമത്തിനൊക്കെ പോണത്, നടക്കാനൊക്കെ പോണത്. അതായത് സൗകര്യങ്ങൾ കൂടി വരുമ്പോൾ, ശരീരത്തിന് വ്യായാമം വരാതെ വരുമ്പോൾ, പ്രയത്നം വരാതെ വരുമ്പോൾ അത് എല്ലാ തരത്തിലും നമ്മളെ ബാധിക്കുന്നുണ്ട്. മനസ്സിനെയും ബാധിക്കുന്നുണ്ട്, ബുദ്ധിയെയും ബാധിക്കുന്നുണ്ട്. നല്ലോണം പണമുള്ള ഒരാളെ സംബന്ധിച്ച് പണം ഒരു മാനദണ്ഡം അല്ലെങ്കിലും ബഹുഭൂരിപക്ഷം പേരും എല്ലാം ഒരുവിധമൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വിചാരിക്കുക. അത്യാവശ്യത്തിന് പണം വന്നു ചേരാനുണ്ട്, ആവശ്യത്തിലധികം പണം വരാനുണ്ട്, സൗകര്യങ്ങളുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ വിഷമത്തെ തിരിച്ചറിയാൻ അയാൾക്ക് കഴിയാതെ വരും. അപ്പോൾ കൊലയും ഒക്കെ കൂടുന്നതിൻ്റെ കാരണം ഒന്ന് അതാണ്. മറ്റൊന്ന് ദാരിദ്ര്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ചിന്തിക്കാൻ സമയം കിട്ടുന്നുണ്ട് മനസ്സിന്. അപ്പോൾ എന്താ വെച്ചാൽ മറ്റവനെ കൊന്നാലും തിരക്കടില്ല, എനിക്ക് സുഖാവണം. അതേ സമയത്ത് അന്ധക്കരണ ശുദ്ധി ഉള്ള ഒരാളെ സംബന്ധിച്ച് കൊല്ലാൻ പോയിട്ട് ഒന്നിനെ വേദനിപ്പിക്കാൻ പോലും അയാളെ കൊണ്ട് സാധിക്കില്ല. വേദനിപ്പിക്കാൻ പോലും സാധിക്കില്ല. അറിയാതെ പറ്റുന്നുണ്ടാവും. അറിയാതെ ഇപ്പോൾ ഒരാൾ നമ്മളൊക്കെ ഇപ്പോൾ മറ്റുള്ളവരെ മനസ്സിനെയൊക്കെ വിഷമിപ്പിക്കുന്നുണ്ടാവും. പക്ഷെ അറിഞ്ഞുകൊണ്ട് ഒരാൾക്കും അയാളെ കൊണ്ടൊരു ഉപദ്രവം ഉണ്ടാവില്ല. അത് അന്ധക്കരണ ശുദ്ധിയിലേ വരൂ. അന്ധക്കരണ അശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അതൊന്നും ശ്രദ്ധിക്കാൻ ഇവിടെ സമയമില്ല. നമ്മുടെ യാത്രയിൽ, നമ്മുടെ ജീവിത യാത്രയിൽ ആർക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും എനിക്കൊരു വിഷയമല്ല. അത് അന്ധക്കരണ അശുദ്ധിയാണ്. മറ്റത് അല്പം ചിന്തിക്കും, ചിന്തിച്ചാലും തെറ്റൊക്കെ പറ്റും. പക്ഷേ അതിലൊക്കെ പരിമിതികളുണ്ടാവും. അതുകൊണ്ട് എന്തുണ്ടാവുന്നു ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ക്രിയ ആത്മാവിനെ സംസ്കരിക്കുന്നു. ഇതാണ് ഇവിടെ പോയിന്റ്. ക്രിയ എന്ന് പറഞ്ഞാൽ കർമ്മം. അവിടെ ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമല്ല, മനസ്സുകൊണ്ട് സങ്കല്പിച്ചുണ്ടാക്കുന്നത് പോലും അന്ധക്കരണത്തിനെ ശുദ്ധീകരിക്കും. മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നതാണ് നാമജപത്തിൻ്റെയൊക്കെ ഗുണം. അല്ലപ്പോൾ നാമം ജപിച്ചുകൊണ്ട് ഈശ്വരൻ ഇപ്പോൾ കൊണ്ട് സംപ്രീതനാവാനൊന്നും പോകണില്ല. അങ്ങനെ പറഞ്ഞിട്ട് ചെയ്യിക്കുന്നതിൻ്റെ കാരണം ഈശ്വര സ്തുതികൾ ചെയ്യുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? വേണ്ടാധീനം ചിന്തിക്കാതിരിക്കാൻ വേണ്ടി മനസ്സിനൊരു പണി കൊടുക്കുന്നു. അതേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കണം. അപ്പം നല്ലത് കൊടുത്താൽ ചീത്ത കയറില്ല, ചീത്ത കൊടുത്താൽ നല്ലത് തൊട്ട് വരില്ല. ഇപ്പോൾ സംസ്കാരത്തെ സംസ്കരിച്ചെടുക്കുന്നതിനെ ശുദ്ധമാക്കാൻ വേണ്ടിയാണ് ഈശ്വര ഭജനകൾ വരെ. പക്ഷേ ഇതൊന്നും പറഞ്ഞാൽ സാമാന്യ ജനങ്ങൾ എന്ത് ചെയ്യും? അവരൊരു വിശ്വാസമുണ്ട്, ഭഗവാനെ ഇതുകൊണ്ട് പാടി പുകഴ്ത്തിയാൽ ഭഗവാൻ തൃപ്തനാവും എന്നൊരു ചിന്ത ഉള്ളതുകൊണ്ടാണ് ചെയ്യുന്നത്. നേരാവണ്ണം ചെയ്യില്ല. ഈ സത്യം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യില്ല. ഇപ്പോൾ ബ്രഹ്മസൂത്രത്തെ സംബന്ധിച്ച് ഇതൊരു ഉയർന്ന ശാസ്ത്രമാണ്. ഉള്ള സത്യം അങ്ങ് വിളിച്ച് പറയുകയാണ്. സാമാന്യ ജനങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ പറയില്ല. എന്താ പറയുക? നിങ്ങൾ അമ്പലത്തിൽ പോകണം കേട്ടോ, പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ, നല്ലോണം പ്രാർത്ഥിച്ചോളൂ. ഈ പ്രാർത്ഥിക്കുന്ന ഒന്നും സാധനം കിട്ടാനല്ല, അവനവൻ്റെ ഉള്ളു നേരവാനാ. ഇതാണ് സത്യം. പക്ഷെ എല്ലാ സത്യവും എല്ലായിടത്തും പറയരുത്. അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചാൽ നിന്റെ കാര്യം നടക്കുമെന്ന് പറയുന്നതിൻ്റെ കാരണം അന്ധക്കരണ ശുദ്ധി വന്നാൽ നമുക്ക് സമാധാനവും ശാന്തി ഉണ്ടാവും. ആ സമാധാനവും ശാന്തി ഉണ്ടാവുമ്പോൾ നമ്മൾ പ്രവൃത്തി നല്ലതാവും, അതിൻ്റെ ഫലം നല്ലതുമാവും. നല്ല പ്രവൃത്തി ചെയ്താൽ നല്ല ഫലം കിട്ടും. അല്ലാതെ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ അങ്ങോട്ട് എടുത്തു തരികയല്ല. പ്രാർത്ഥിച്ചാൽ അവനാനും കൊള്ളും, ഭഗവാനൊന്നും വരാല്ല, ഗുണവും നഷ്ടമൊന്നുമില്ല. ഭഗവാൻ അതൊന്നും സ്വീകരിക്കുന്നുമില്ല, ഒട്ട് തള്ളൊന്നുമില്ല. കാരണം ഭഗവാൻ സ്വീകരിക്കുന്നേ ഇല്ലല്ലോ, പിന്നെന്താ പ്രശ്നം?
നമ്മളെ പ്രാർത്ഥനയും വിളിച്ചുകൊള്ളി പ്രാർത്ഥനയൊന്നും ഭഗവാൻ സ്വീകരിക്കുന്നില്ല. പക്ഷേ സാമാന്യ ജനങ്ങളോട് അത് പറഞ്ഞാൽ അതും നിർത്തും, അതും ഉണ്ടാവില്ല. അപ്പം അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പൂർവ്വ ആചാര്യന്മാർ ശാസ്ത്രം ഇങ്ങനെ വിധിച്ചു. എന്ത്? നിങ്ങൾ നല്ലോണം പ്രാർത്ഥിച്ചോളൂ കേട്ടോ. പ്രാർത്ഥിച്ചാൽ നന്നാവുക ഭഗവാനല്ല, നമ്മളെ ഉള്ളാണ്. ഇല്ലെങ്കിൽ വേണ്ടാധീനങ്ങൾ നമ്മൾ ചിന്തിക്കും. ഒന്നും ചെയ്യാതിരിക്കാൻ നമ്മളെ മനസ്സിനൊന്നും കഴിയില്ല. മനസ്സ് സങ്കല്പ വികല്പാത്മകമാണ്. നല്ലത് ചിന്തിക്കുന്നില്ലെങ്കിൽ ബുദ്ധി ചീത്തത് ചിന്തിക്കും. മറ്റവനെ കൊല്ലാൻ എന്താ വഴിയെന്ന് ആലോചിക്കും, മറ്റവനെ നശിപ്പിക്കാൻ എന്താ വഴിയെന്ന് ആലോചിക്കും. കാരണം സ്വാർത്ഥത മനുഷ്യൻ്റെ മാത്രമല്ല സർവ്വജീവികളുടെയും ദോഷമാണ് സ്വാർത്ഥത. ആ സ്വാർത്ഥത ഗുണത്തിനും ദോഷത്തിനും ആയിത്തീരും. അതെ, അടിസ്ഥാനപരമായിട്ട് എല്ലാവരിലും അതുണ്ട്, എല്ലാ ജന്തുക്കളിലും അതുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരാൾ വയ്യാന്ന് കേട്ടു, സുഖമില്ലാന്ന് കേട്ടു. ഓ അതെയോ എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. പക്ഷെ അയാൾക്ക് ഉണ്ടാകുന്ന വേദനയും വിഷമവും നമുക്കുണ്ടാവില്ല. അത് സ്വന്തം അച്ഛനായാലും ഉണ്ടാവില്ല. കാരണം നമ്മൾ ചെയ്യേണ്ട രസങ്ങളോ നമ്മളോ കാര്യങ്ങളൊക്കെ കേട്ടും പഠിച്ചൊക്കെ നടക്കും. ഓ അങ്ങനെയാണോ എന്ന് ചോദിക്കും. ശരിക്കും അവനവന് വേദനിച്ചാൽ തന്നെ എന്തുണ്ടാവുള്ളൂ, അവനവന്. അതെ, അപ്പം നമ്മൾ ആകെ വേവലാതിപ്പെടും. നമ്മൾ ഇപ്പം എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വേവലാതിപ്പെടുന്ന അത്ര വേദന എൻ്റെ കൂടപ്പിറപ്പാണെന്ന് പറയുന്ന ഒരാൾക്ക് വരുമ്പോൾ വേദന ഉണ്ടാകുമ്പോഴും ഞാൻ ഉണ്ടാവില്ല. പിന്നെ സമൂഹ മധ്യത്തിൽ ജീവിക്കുമ്പോൾ ഉണ്ട് എന്നൊക്കെ ഒന്ന് കുറേ അഭിനയിക്കും. അപ്പം എല്ലാ കാര്യവും സ്വാർത്ഥ തന്നെയാണ്. മറ്റൊരാൾക്ക് ഒരു സമ്പത്തുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അസൂയ, ഉള്ളിൻ്റെ ഉള്ളിൽ അസൂയ അടിസ്ഥാനപരമായിട്ട് മനുഷ്യനുണ്ട്. അത് ഏറ്റക്കുറച്ചിലുണ്ടാവും. കുറച്ചൊക്കെ ശാസ്ത്രമൊക്കെ പഠിച്ച് അന്ധക്കരണം ശുദ്ധിയാവണതിനനുസരിച്ച് അയാൾ നന്നാവട്ടെ എന്ന് പറയും. അധികം കേൾക്കാൻ പറയുമോ നന്നാവട്ടെ എന്ന്. അത് എനിക്ക് കിട്ടിയ കുഴപ്പമില്ല എന്നാണ് ഞാൻ വിചാരിക്കുക. സ്വാർത്ഥത ഉണ്ട് മനുഷ്യന്. ഈ സ്വാർത്ഥത കുറഞ്ഞു കഴിഞ്ഞാൽ കുറയുന്നത് അന്ധക്കരണ ശുദ്ധിയിലാണ്. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, അവൻ നന്നാവട്ടെ, ഇത് വെറുതെ പറച്ചിലല്ല, അത് അന്ധക്കരണ ശുദ്ധിയിലേ വരൂ. അതെ, അതാണ് അന്ധക്കരണ ശുദ്ധി. കാരണം വിചാരം ചെയ്യണം, നല്ല വിചാരം ചെയ്യണം. ഒരാളെങ്കിലും രക്ഷപ്പെട്ടുവല്ലോ ഭഗവാനെ എന്ന് ചിന്തിക്കണം. അവനത്ര രക്ഷപ്പെട്ട, ഞാൻ രക്ഷപ്പെട്ട എനിക്ക് നല്ല ആ സ്വാർത്ഥതന് പോയിട്ട് ഇതൊക്കെ നമ്മൾ തന്നെ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ നേരെയാവും. ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെ ചിന്തിച്ചു പോയല്ലോ എന്ന് സ്വയം ചിന്തിച്ചാൽ മതി. അടുത്ത നിമിഷം നമ്മൾ നേരെയാവും. നമ്മളോടാ ചോദിക്കണ്ടേ. ശാസ്ത്രം നമ്മളോട് ചോദിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നു. മറ്റൊരാൾ മരിക്കാൻ കിടക്കുകയാണ്, നമ്മൾ സമാധാനിപ്പിക്കാൻ പോകും. പക്ഷേ നമ്മളെ ഉള്ളിനുള്ളിൽ എന്താ, ഇയാൾ മരിച്ച മരിക്കലും പറ്റുമോ? അതേസമയത്ത് ഞാനാണ് മരിക്കാൻ പോകണമെന്ന് വിചാരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതിനൊക്കില്ല മറ്റത്. പക്ഷെ ആ ഘട്ടം ഉപയോഗിച്ചുകൊണ്ട് നമുക്കും ഉപയോഗിക്കാം. കാരണം ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അപ്പോൾ അയാൾ നന്നാവും. അങ്ങനെ ക്രിയകൾ എപ്പോഴും ശുദ്ധീകരിക്കുന്നതാണ്. എപ്പോഴും ഈ എല്ലാ കാര്യങ്ങളും അതിന് തന്നെയാണ്, അതിലൊക്കെ പങ്കെടുക്കുന്ന അതിനാണ്. ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരാൾ പറഞ്ഞു, കാശി പോയി, മണികർണിക ഘട്ടിൽ പോയി, അവിടെ ശവങ്ങൾ കൊണ്ടുപോകണ്ടപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ആകെ ഇതാണല്ലോ ജീവിതം എന്ന് ആലോചിച്ച് പോയി. എത്ര സമയം വരെ അവിടുന്ന് പോരുന്ന വരെ ഉണ്ടാവും. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങൾ നിരന്തരം കിട്ടിയാലെന്നുണ്ടാവും, ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് ബോധിക്കും. അപ്പോൾ അയാളെ സംബന്ധിച്ച് അയാളിൽ നിന്ന് മറ്റൊരാൾക്ക് തെറ്റായ ഒരു പ്രവൃത്തി ഉണ്ടാവില്ല. ഇന്ന് വന്നത് വളരെ ചെറുപ്പമുള്ള, വളരെ ചെറുപ്പമെന്ന് പറഞ്ഞാൽ നമ്മളെ ക്ലാസ്സിന് മുമ്പ് വന്നിരുന്നൊരു പെൺകുട്ടിയാണ്. കല്യാണം കഴിഞ്ഞു പോയി. അപ്പോൾ കാശി പോകണമെന്ന് തോന്നി, കാശി പോയി ഒരു തീർത്ഥയാത്ര സംഘത്തിൻ്റെ കൂടെ. ഇന്നിപ്പോൾ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചു. അപ്പോൾ പറഞ്ഞതാണ് ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് ബോധിച്ചത് അവിടെ വെച്ചിട്ടാണ്. പകുതി വേവാത്ത ശവങ്ങൾ, പകുതി വെന്ത ശവങ്ങൾ, ഇത് നിരന്തരം കൊണ്ടുപോകുന്നതൊക്കെ കണ്ട് അവിടെ കുറച്ച് താമസിച്ചു. അത് വല്ലാത്ത മാറ്റത്തിന് കാരണമായി എന്നാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനത്തെ സാഹചര്യങ്ങൾ നിത്യം ഉണ്ടായാൽ നമ്മൾ നേരെയാവും. തിരിച്ചാലോചിച്ച് നോക്കൂ, മോർച്ചറിയിൽ ജോലി ചെയ്യുന്ന ഒരാളുമായിട്ട് സംസാരിക്കേണ്ടി വന്നു. അവരെന്നത് കാണുക, അവർക്കിതൊരു വിഷയമല്ല. അവർക്ക് ചിരിച്ചും കളിച്ചും അതിൻ്റെ ഇടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. അവരിത് വെട്ടി മുറിച്ചു, ഇത് ഇവർക്ക് വിഷയമല്ല. ഇറച്ചിക്കടയിൽ ജോലി ചെയ്യണം, അത്രയും കൂടി അവർക്ക് മനുഷ്യനോട് ബന്ധമില്ല. അങ്ങനെ വേണം അവിടെ ജോലി ചെയ്യാൻ. അഥവാ ജോലി ചെയ്ത് അങ്ങനെ ആവുകയാണ്. ഏത് മേഖലയും ഇങ്ങനെ തന്നെയാണ്.
ഏത് മേഖലയും ഇങ്ങനെ തന്നെയാണ്. ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരാൾ നേരെ തിരിച്ച് മനുഷ്യത്വം കാണിക്കാൻ പോയാൽ എന്തുണ്ടാവും? അയാളെ സംബന്ധിച്ചോളം അത് കണ്ട് 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 ഇതാണ്. ഒരു ചിത്രഗുപ്ത നമ്പൂരി ആയിട്ടുണ്ടായിരുന്നില്ലേ, അയാളെ പണി തന്നെ തരുന്നു. നമ്പൂരിയാണ് ആള്. പക്ഷെ അയാൾ ഈ റോട്ടിൽ അളിഞ്ഞു കിടക്കണ ശവശരീരങ്ങൾ, അതായത് വാഹനമൊക്കെ തട്ടിയിട്ട് ചെതറിയുണ്ടാവുമല്ലോ, അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അത്ര പോലീസുകാർ ഇയാളെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. ഇയാളൊരു മാരക കുറ്റവാളിയാണ്. കുറ്റവാളിനെയാണ് പിന്നെ ഈ പണിക്ക് നിയോഗിച്ചത്. കാരണം ഇയാൾ പുറത്തിറങ്ങിയ കുറ്റം ചെയ്യും, പ്രശ്നങ്ങളാകും. അപ്പോൾ ഇയാൾ അവസാനം പോലീസുകാർ ഉപയോഗിക്കരുതായി. എളുപ്പം മരിച്ചു തോന്നും. കുളത്തൂരാശ്രമത്തിലൊക്കെ വന്നിരുന്നു. ഗുണമുണ്ട്. അതിപ്പോൾ വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാനൊരു ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നമ്മൾ അറിയുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, നമ്മളെ കമ്പനിയാണ് ആള്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിൻ്റെ ഉള്ളിലൊന്ന് കാണേണ്ടതല്ലോ പറഞ്ഞു. അതിൻ്റെ ഉള്ളിൽ പോകണമെങ്കിൽ ആദ്യം എഴുതി ഒപ്പിട്ട് കൊടുക്കണം, ഞാൻ പേടിക്കില്ല, പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ പോയി കേട്ടോ, ഒരു പ്രാവശ്യം പോയി. ഒപ്പിട്ട് കൊടുക്കുക ചെയ്തില്ല, മൂപ്പരെ കൂടെ പോയി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആ ബാക്കിൽ കൂടെ, ആ മോർച്ചറിയിലെ കൂടെയാണ് കയറിയിട്ട് അനാട്ടമി വഴി പോയിട്ട് കഴിഞ്ഞാൽ അവിടെ ഈ ഇറച്ചി കഷ്ണം മാതിരി ഇങ്ങനെ കുറേ അനാട്ടമിയിൽ അത് വെച്ചിട്ടുണ്ടാവും, മനുഷ്യൻ്റെ ദേഹത്തിൻ്റെ ഇത് വെച്ചിട്ടുണ്ടാവും. പിന്നെ മോർച്ചറിയിൽ ഇങ്ങനെ അലമാരയിൽ അടുക്കി വെച്ച മാതിരി ഇത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് കാണാൻ സമ്മതിക്കില്ല, കണ്ടു കഴിഞ്ഞാൽ ഒറ്റ കാളലേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ. അപ്പോൾ ഇതിനു മുമ്പ് അത് ഒരു അത്രയും ധൈര്യം സംഭരിച്ചിട്ട് പോകണം, ധൈര്യം വേണം. അവർക്ക് ഇപ്പോൾ ഒരു ധൈര്യം ഉണ്ടാക്കണം, വേണ്ട, അവർ നിത്യം ചെയ്യുന്ന കർമ്മമാണ്. അപ്പം അല്ല, അലമാരയാണ് വെട്ടി മുറിക്കാനുള്ളത്, ബെഞ്ചുമേൽ കിടക്കും. അതെ, ഈ ഇതില്ലേ അറവശാലയിൽ ഇടുന്ന കട്ടിൽ പോലെ തന്നെ, ഇറച്ചി മുറിക്കുന്ന കട്ടിൽ പോലെ തന്നെ. അതെ, പൈസ കിട്ടുകൊണ്ടാ ചെയ്യണ്. പൈസ കിട്ടിയാൽ എന്തും ചെയ്യും. രസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് തലയൊക്കെ എടുത്തിട്ട് കുടുക്കി കാലിൻ്റെ ഇടയിലൊക്കെ വെച്ചിട്ട് അവിടെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചെയ്യുമല്ലോ. കാരണം ഓർക്ക് ഇതൊക്കെ ഒരു തമാശയാണ്. നമ്മൾക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം ഏത് കാര്യങ്ങളും മാറി വരുന്നത് അങ്ങനെയാണെന്ന് പറയാം. കാരണം അല്ല, തലയാണ് ആദ്യം, തല എടുക്കുന്നുണ്ട്, ഹൃദയം ഇവിടെ എടുക്കുന്നുണ്ട്, ഇവിടെ പൊളിക്കുന്നുണ്ട്. തലേൻ്റെ ഇവിടെ ഒരു ഇതാണ് ശരിക്കും അടർത്തിയെടുക്കുക, ഈ ഭാഗം ഇത് കൂടെ ഒരു വരണ്ട്, അത് ശരിക്കും ഇങ്ങോട്ട് അടർത്തി കഴിഞ്ഞാൽ അത് ശരിക്കും തുറന്നു വെക്കാം. അതെ 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 അതെ. നെഞ്ചിന്റെ ഇവിടെ തുറന്നിട്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വലിച്ചെടുക്കും. ഇവിടെ പൊട്ടിക്കുകയാണ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ എനിക്കും പൊട്ടിച്ചതാ, അത് ഈർന്ന് മുറിച്ചതാ. അത് മറ്റത് ഈർന്ന് മുറിക്കുകയല്ല, മഴുവിനെ കോടാലിനെ കൊണ്ട് വെട്ടി മുറിക്കുക ചെയ്യാം. ഈ പോസ്റ്റ്മോർട്ടത്തിനൊക്കെ കോടാലി പോലെ ഒരു സാധനമാണ്, അത് വെട്ടി മുറിക്കുക ചെയ്യാം. പക്ഷേ ഓപ്പറേഷനിൽ ഈർന്ന് മുറിക്കുക ചെയ്യാം. കാരണം ഇവിടെ നല്ല ഉറപ്പാണ് ഈ കൂടിന്. ഇല്ല, പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് തുന്നി കെട്ടുമ്പോൾ മുഖം മാത്രമേ ശരിക്കും ആക്കുള്ളൂ. മറ്റേതൊക്കെ ഒരു ചാക്ക് തുന്നാമാതിരി തന്നെയാണ്. അത്ര വൃത്തിയൊന്നും ഉണ്ടാക്കില്ല. പിന്നെ കുളിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ, കുളിപ്പിക്കാൻ കഴിയില്ല അത്. പിന്നെ മുഖം മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി സുന്ദരാക്കി വെക്കും, മുഖത്ത് വലിയ പരിക്കില്ലാതാക്കും. അത് ഇവിടെ ശരിക്കും അത് അതേപോലെ വയ്ക്കാൻ പറ്റും. തുറന്നാൽ ഇവിടെ തുറന്നു കഴിഞ്ഞാൽ ഉള്ളിൽ ഒരുവിധ അവയവങ്ങളൊക്കെ അതിന് വലിച്ചെടുക്കാം. എന്നിട്ട് ഒരു നോക്കിയിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലുമൊക്കെ നിറച്ച് തുന്നിക്കൂട്ടും. പുറമേക്ക് കാണാൻ ഭദ്രാക്കും. അപ്പോൾ പറയുക, ഏത് ജോലി ചെയ്യുമ്പോഴും ആ ജോലിയിൽ നമ്മൾ പ്രാവീണ്യം നേടിക്കഴിഞ്ഞാൽ ആ സംസ്കാരം നമ്മളെ ഏൽക്കുന്നുണ്ട്. നല്ലത് ഇപ്പോൾ ബ്രഹ്മസൂത്രം പഠിച്ചാൽ ആ സംസ്കാരം എങ്ങനെ ബാധിക്കുമോ അതേപോലെ തന്നെ ഇതര സംസ്കാരങ്ങളും നമ്മളെ ബാധിക്കും. അതെ, അവർക്ക് മടിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ പിന്നെ ചില ധാർമ്മികത ഉള്ളിലുണ്ടല്ലോ. മനുഷ്യന് അടിസ്ഥാനപരമായിട്ട് ധാർമ്മികത ഉള്ള ആളാണ്. നിരന്തരം ചെയ്താണ് അവൻ അധർമ്മം ചെയ്യാൻ പോണത്. ഇപ്പം നാള് 5-ാം അധ്യായത്തിൻ്റെ ഭാഷ്യത്തിൽ ആണ് അത് ഉറപ്പിക്കാൻ പറ്റിയത് കേട്ടോ. ഇത് കേട്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഇടയ്ക്ക് ഈ ശാസ്ത്രം വീണ്ടും കേൾക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ വിട്ടുപോകുന്നത് ഉറപ്പിക്കാൻ പറ്റും. അപ്പോഴാണ് ഒരു ഭാഷ്യകാരൻ പറയുന്നുണ്ട് അതിൽ, മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട് ധാർമ്മികത ഉള്ള ആളാണ്, മറ്റ് ജീവികൾക്ക് അങ്ങനെ ധാർമ്മികതയൊന്നുമില്ല. ധാർമ്മികത എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ സനാതന ധർമ്മ ഗുണങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അവിടെ മറ്റൊരാളെ വേദനിപ്പിക്കരുത് എന്നുള്ള അതൊക്കെ അടിസ്ഥാനപരമായിട്ട് മനുഷ്യനിലുണ്ട്. പിന്നെ അവൻ ചെയ്ത്
അവൻ്റെ ധാർമ്മികത നഷ്ടപ്പെടുക. അപ്പോൾ അടിസ്ഥാനപരമായിട്ടുണ്ട്, പുതിയത് ഉണ്ടാക്കി കൊണ്ടുവരണ്ട. കൊച്ചുകുട്ടിയാവുമ്പോൾ തന്നെ ധർമ്മ പാഠശാലകളൊന്നും ആവശ്യമൊന്നും മനുഷ്യനെ സംബന്ധിച്ചില്ല. അവനെ ഇതരമായത് പഠിപ്പിക്കാൻ മതി. പണ്ട് കാലത്ത് നമുക്ക് പാഠശാല സംസ്കാരമൊന്നും ഉണ്ടായിരുന്നില്ല. മുസ്ലിംസിലുണ്ട്, ക്രിസ്ത്യാനികളിലുണ്ട്. സൺഡേ ക്ലാസ് ഉണ്ട് ക്രിസ്ത്യാനികളിൽ. മുസ്ലിംസിൽ വെള്ളിയാഴ്ച മദ്രസ ഉണ്ട്. അത് പഠിപ്പിക്കുന്ന വെച്ചാൽ അത് ധാർമ്മികത പഠിപ്പിക്കാനല്ല, ധാർമ്മികത പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് പലർക്കും അറിയില്ല. നീർക്കോലിക്കുട്ടിക്ക് നീന്തക്കം പഠിപ്പിക്കൊന്നും വേണ്ട. അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ ധാർമ്മികനാണ്. പക്ഷെ അവനെ ഇതരമായത് പഠിപ്പിക്കാഞ്ഞാൽ മതി. ഇപ്പോൾ മദ്രസകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മദ്രസകളെയും അല്ല പറയുന്നത്. ഞാൻ ഇസ്ലാമാണ്, മറ്റേ ഹിന്ദു ആണ്, അവൻ കുറച്ച് മോശക്കാരനാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ധാർമ്മികതയല്ല. അതേസമയത്ത് അവൻ്റെ ഉള്ളിലുള്ള ധാർമ്മികത, അവനും മനുഷ്യനാണ് ഞാനും മനുഷ്യനാണെന്നാണ്. അവന് ധാർമ്മികതയിൽ അവിടെ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്നൊന്നും വരുന്നില്ല, എല്ലാം ഒരേപോലെ തന്നെ വരുന്നത്. പക്ഷേ അവൻ ഇതരമായി പഠിപ്പിച്ച് അവനെന്തായി തീരും? ഞങ്ങൾ കുറച്ച് കേമൻ, മറ്റൊരു കുറച്ച് മോശം. അത് ഹിന്ദു പഠിപ്പിച്ചാലും ക്രിസ്ത്യാനി പഠിപ്പിച്ചാലും അങ്ങനെ തന്നെയാവും. അപ്പോൾ ധാർമ്മികത എന്ന് പറയുന്നത് പഠിപ്പിക്കേണ്ടതല്ല, സഹജമാണ്. ഈ സഹജമായതിൽ ക്രമേണ നമ്മൾ പഠിപ്പിച്ച് എന്താക്കി തീരും? നിങ്ങളെ എന്നെ വേർതിരിക്കും, ഭേദബുദ്ധി വരുത്തും. എന്തിൻ്റെയെങ്കിലുമൊക്കെ പേരിൽ, ആചരണത്തിൻ്റെ പേരിലാവും, ചിലപ്പോൾ ദൈവത്തിൻ്റെ പേരിലാവും, ചിലപ്പോൾ മതത്തിൻ്റെ പേരിലാവും, ചിലപ്പോൾ വർഗത്തിൻ്റെ പേരിലാവും. ഇങ്ങനെയൊക്കെ നമ്മളെ വേർതിരിക്കും. ഈ വേർതിരിച്ച് പഠിപ്പിച്ചാൽ അവൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ പോയാൽ പിന്നെ അവനെ തിരിച്ച് പഠിപ്പിക്കാൻ കുറച്ച് പണിയാണ്. ഒരു തെറ്റ് പഠിച്ചു വെച്ചാൽ പിന്നെ അവനെ നേരെയാക്കി എടുക്കാൻ കുറച്ച് പണിയാണ്. അപ്പോൾ ആരാണ് ഉത്തരവാദി? ഈ പഠിപ്പിക്കലൊക്കെ നിർത്തിയാൽ മതി. അത് വലിയ പ്രയാസമാണ്. അതെ, മറ്റൊന്ന് പഠിപ്പിക്കാഞ്ഞാൽ മതി, അവൻ്റെ ഉള്ളിലുണ്ട്. ഇതാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത്, പൂർണ്ണതയുടെ സ്വയമേവ പൂർണ്ണതരാണ് നമ്മൾ. പൂർണ്ണത എന്ന് പറഞ്ഞാൽ ധാർമ്മികരായിട്ട് നമ്മൾ ഉന്നതർ തന്നെയാണ്, മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊണ്ടുവന്നപ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ട എന്നുള്ള അടിസ്ഥാനപരമായിട്ടുണ്ട്. പക്ഷേ അതിന് വിഘാതമായി തീരുന്നത് നമ്മളെ പഠനങ്ങളാണ്. മനുഷ്യൻ തന്നെയാണ് അതെ. അതിന് പഠിപ്പിച്ചില്ലെങ്കിലും അവൻ ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് അത് വരുന്നുണ്ട്. എന്നിട്ട് അവനെ നേരെയാക്കി എടുക്കേണ്ടി വരും. പിന്നെ എത്ര നേരെയാക്കിയാലും അടിസ്ഥാനപരമായിട്ട് മാറാൻ പണിയാണ്, അത് കൊച്ചുകുട്ടിയാകുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ പറയണത്, ഇപ്പോൾ നമ്മൾ ഇതിൽ പാഠശാലയൊക്കെ വന്നിട്ട് എത്ര കാലമായി? പണ്ട് വീട്ടിൽ മുത്തശ്ശിമാർ ചൊല്ലിക്കൊടുക്കുന്ന കഥകൾ, അതുപോലെ തന്നെ വീട്ടിലുള്ള സന്ധ്യാനാമം, ഇതൊക്കെ കണ്ടിട്ടാണ് പഠിച്ചു പോകുന്നത്. അല്ലാതെ ഒരു പാഠശാലേൻ്റെ ആവശ്യം നമുക്കുണ്ടായിരുന്നില്ല. ഇന്ന് പറയും പാഠശാലയാണ്. എന്തുകൊണ്ട്? അപ്പുറത്ത് മദ്രസകളും ഒക്കെ ഉണ്ടാവുമ്പോൾ അവരുടെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ ഇപ്പുറത്ത് നമ്മൾ ഇന്നൊക്കെ പഠിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ എല്ലാവരും ഒഴിവാക്കിയാൽ മതി, നന്നായിക്കോളും മനുഷ്യൻ. ഇത് ഞാൻ പറയണതല്ല, എത്രയോ ആചാര്യന്മാർ എത്രയോ വേദിയിൽ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ശാസ്ത്രത്തിലും നമുക്കത് കിട്ടും. എല്ലാവരും അത് നിർത്തിയേക്കുക. ആരെയും നന്നാക്കാനും പോകണ്ട, കേടുത്താനും പോകണ്ട, നന്നാവും മനുഷ്യൻ, സംശയമൊന്നുമില്ല. ഇതൊരു കൂട്ടർ നന്നാക്കുക എന്ന് പറഞ്ഞിട്ട് ഓനെ വലയ്ക്കും, മറ്റൊരു കൂട്ടർ ഇങ്ങനെയുള്ളൊരു പ്രശ്നം ഇവിടെ വരുന്നത്. നമ്മളിനി അടിസ്ഥാനപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ മനുഷ്യനെ പഠിപ്പിക്കാതെ അവൻ പഠിക്കുന്നുണ്ട്. ഈ പ്രകൃതി അവനെ പഠിപ്പിക്കുന്നില്ല. നാളെ ഒരാളുമായിട്ട് ഞാൻ സംസാരിച്ചു. ആള് മതം കൊണ്ട് മുസ്ലിമാണ്. അയാൾ ചെറുപ്പത്തിൽ ഞങ്ങൾ വലിയ കൂട്ടുകാരും. ഇയാൾ പറയുന്ന ഒരു വിഷയമുണ്ട്. അയാളുടെ ഒരു വാർത്ത വായിച്ചപ്പോൾ അങ്ങനെ ചർച്ച ചെയ്തതാണ് ഞങ്ങൾ ഇരുന്നപ്പോൾ. അപ്പോൾ പറഞ്ഞു, ഒരാൾ മറ്റൊരാളെ ഈ വെട്ടിക്കൊന്നു എന്നുള്ള ഒരു വാർത്ത കേട്ടപ്പോൾ ഇയാൾ എന്നോട് പറയുക, നമ്മൾ ഈ കയ്യിൻ്റെ വിരലിൻ്റെയൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു എറിച്ച് നിൽക്കുന്നുണ്ടല്ലോ ചിലപ്പോൾ, അതിന് തന്നെ എന്ത് വേദനയല്ലേ, പിന്നെ എങ്ങനെയാണ് അപ്പോൾ അതൊക്കെ കൊല്ലാനൊക്കെ കഴിയുന്നതെന്ന്. അപ്പോൾ ആ ആളെ ഉള്ളിൽ ആ ചിന്ത പോയി, സ്വന്തം അനുഭവത്തിൽ നിന്ന്. അപ്പോൾ നമ്മളെ കയ്യിൻ്റെയൊക്കെ ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ നിൽക്കല്, അതൊന്ന് ചീന്തി പോകാൻ എന്ത് വേദനയാണ്. ഇതുപോലും ആലോചിക്കാൻ ആ ചെറുപ്പക്കാരന് കഴിഞ്ഞു എങ്കിൽ അവൻ അടിസ്ഥാനപരമായിട്ട് അത് ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്താൽ, അവനൊരു പാഠശാലയിൽ ഒരു മദ്രസയിൽ പോകാൻ പോകുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം അങ്ങനെയുണ്ട്.
നിരന്തരം കാണുന്നത് തന്നെ, കേൾക്കുന്നത് തന്നെ. ഇനി വേറൊരു കാര്യം ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ആത്മഹത്യകൾ പെരുകുന്നു. അതെന്താ കാരണം? ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുക, ഇത് നല്ലതാണല്ലോ എന്ന്. ഇതല്ലേ കാണുന്നത്, കേൾക്കുന്നത്. പിന്നെ ഉള്ളിൽ അന്ധകരണങ്ങളുടെ സംസ്കാരം മാറുകയാണ്. അന്ധകരണത്തിലെ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടും കേട്ടും ആകാരം പ്രാപിക്കുകയാണ്, വിഷയാകാരം പ്രാപിക്കുകയാണ്, സങ്കല്പിക്കുകയാണ്. ഇത് കൊള്ളാലോ, ഇത് രക്ഷപ്പെടാലോ, ഇതെനിക്ക് സുഖമാകുമല്ലോ എന്ന് ചിന്തിക്കുകയാണ്. ആ സങ്കല്പങ്ങളാണ് പിന്നെ പ്രവൃത്തിയായി മാറുന്നത്. 10 വയസ്സ് കുട്ടീനോട് പഠിക്ക് ടി വി കണ്ടാ മതി, ഇവൻ തൂങ്ങിയേ. അതെ, അതൊക്കെ ഇവര് പേടിയില്ല കുട്ടിക്ക്. അതിനതല്ല ഇത് ഒന്നാമത് ഈ ടിവിയിലും ഇതിലൊക്കെ കാണുന്നുണ്ട്. അതാ പറഞ്ഞത്, അതന്നെയാണ് ഇവിടെയും പറഞ്ഞത്. നമ്മൾ നിരന്തരം കാണുന്നതും കേൾക്കുന്നതുമായുള്ള സംസ്കാരങ്ങൾ നമ്മളെ ബാധിക്കുന്നുണ്ട്. ആചാര്യാത് പാദമാദത്തെ പാദം ശിഷ്യസ്വമേധയാ പാദം സ ബ്രഹ്മചാരിഭ്യോ പാദം കാലക്രമേണ ച എന്നാണ്. ആചാര്യാത് പാദമാദത്തെ, ആചാര്യനിൽ നിന്ന്, അതായത് ഗുരുനാഥനിൽ നിന്ന് ഒന്നിൽ ഒരു ഭാഗം നമുക്ക് സംസ്കാരം വരുന്നുണ്ട്, അത്രേ കിട്ടും. ഏത് വലിയ ആചാര്യൻ നമ്മളൊരു ശാസ്ത്രം പഠിപ്പിച്ചാലും നമുക്ക് മുഴുവനും കിട്ടില്ല, ഭാഗമേ കിട്ടുള്ളൂ. ആചാര്യാത് പാദമാദത്തെ പാദം ശിഷ്യ സ്വമേധയ, അതിൽ ഭാഗം നമ്മൾ സ്വയം ജീവിതത്തിൽ കണ്ടും കേട്ടും മനസ്സിലാക്കണം. പാദം ശിഷ്യസമേത പാദം സ ബ്രഹ്മചാരിഭ്യോ, പാദം അടക്കത്തിലൂടെ, അച്ചടക്കത്തിലൂടെ മനസ്സിലാക്കേണ്ടതാണ്. ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ അച്ചടക്കം, അച്ചടക്കത്തിലൂടെ, അതായത് സംയമനത്തിലൂടെ, അതൊക്കെയാണ് ബ്രഹ്മചാരിയുടെ ലക്ഷണം. അങ്ങനെ വേണം പഠിക്കാൻ. പിന്നെ ഒരു ഭാഗം കാലക്രമേണ മറ്റുള്ളവരത് കണ്ടും കിട്ടും, ടി വി സീരിയലൊക്കെ കണ്ടിട്ടും ഒക്കെ പറ്റും. അങ്ങനെ ഈ 4 ഘടകങ്ങളും കൂടിയാണ് ഒരു സംസ്കാരത്തെ നിശ്ചയിക്കുന്നത്. 4-ൽ ഏതെങ്കിലും ഒന്ന് നന്നായിട്ടൊന്നും കാര്യമൊന്നുമില്ല. ആചാര്യനിൽ നിന്ന് ഭാഗം കിട്ടിയോണ്ട് ബാക്കി 3/4 ഭാഗം നേരെയൊക്കൊള്ളുന്നില്ല, മറ്റതൊക്കെ സ്വാധീനിക്കാം. എന്നാൽ അതും കൂടിയും കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? ആ അതെ, എല്ലാവർക്കും സാധ്യതകളുണ്ട്. പഴയ കാലത്തുള്ള വ്യത്യാസം എന്താ വെച്ചോ, ചെറിയ കുട്ടിയാണെങ്കിൽ ആ കുട്ടി മുത്തശ്ശിയായിട്ട് ബന്ധമുണ്ട്. അതെ, കുട്ടീനെ വിളക്കെത്തിക്കാൻ പഠിപ്പിക്കണോ, അത് നാമം ചെല്ലിക്കണോ, ഇങ്ങനെ. ഇന്നങ്ങനല്ല, ഇന്ന് അച്ഛൻ, അമ്മ, 2 മക്കള്. മുത്തശ്ശി ആദ്യം ടിവിന്റെ മുന്നിലോ സീരിയലിന്റെ മുന്നിലോ. ഇങ്ങനെയാണ് പോണത്. മുത്തശ്ശി ജീവിതത്തിന്റെ പാഠങ്ങൾ പഠിച്ച ആളാണ് മുത്തശ്ശി, പാകത വന്നാണ്. അപ്പൊ അവർക്ക് പഠിപ്പിക്കാൻ, അവർക്ക് ആ പാകത പറഞ്ഞു കൊടുക്കാൻ പറ്റും, പകർന്നു കൊടുക്കാൻ പറ്റും. പക്ഷെ ഇന്നത്തെ മുത്തശ്ശിമാര് ആ സമയത്ത് സീരിയൽ കണ്ട് കുശുമ്പും വാശി അസൂയി, അതാണ് കുട്ടി പഠിക്കുന്നത്. ഇതൊക്കെ വിഷയങ്ങളാണ്. മുത്തശ്ശിയില്ല. കാരണം ഒരു സ്ഥലത്തില് 2 കുട്ടികളുണ്ടെങ്കിൽ അപ്പ ഒരു വീടേക്ക് ആൾക്ക് അവിടെ ഭാര്യ ഭർത്താവ് ഇതൊക്കെ അതിനെ ബാധിച്ചിട്ടുണ്ട്. പറയാണ്, അജ്ഞത മൂലം ദേഹാദി ജഡസംഘാതമാണ് ആത്മാവെന്ന് ഭ്രമിച്ചിരിക്കുന്നവർക്ക് ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് ഭ്രമം തോന്നാം. അജ്ഞത മൂലം, അജ്ഞത അറിവില്ലായ്മ മൂലം ദേഹം തുടങ്ങിയ ജഡസംഘാതമാണ് ആത്മാവെന്ന് ഭ്രമിച്ചിരിക്കുന്നവർക്ക് ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് ഭ്രമം തോന്നാം. അപ്പോൾ ശുദ്ധീകരിക്കപ്പെടുകയാണ് ഞാൻ ഇതിലൂടെ ചെയ്യുന്നത്. അത് നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. കാരണം വെച്ചാൽ നിങ്ങളൊക്കെ ഒരു പഴഞ്ചനാണ്, നമ്മളൊരു പുരോഗമനവാദിയാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ പൊതുവേ ഈ ബ്രഹ്മസൂത്രം ശാസ്ത്രമൊക്കെ പഠിക്കുന്ന ആൾക്കാരെ കൊണ്ട് പറയുന്ന ഒരു വാക്കാത്. ഇവരൊക്കെ പണ്ടത്തെ ഈ ഇതും പഠിത്തനോട് ഇരിക്കുകയാണ്, ഒരു പുരോഗമനക്കാരല്ല, ഞങ്ങളാണ് പുരോഗമനക്കാർ. ഏത് ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ, അതാണ് കേമെന്ന് പറയും. പക്ഷേ അതുകൊണ്ട് വരുന്ന നഷ്ടങ്ങൾ അവർ അജ്ഞാനം മൂലം അറിയുന്നില്ല, ദോഷങ്ങൾ. ഈ പഴഞ്ചൻ ശാസ്ത്രങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് അവരിലുണ്ടായ മൂല്യങ്ങളെക്കുറിച്ച് ഇവർക്ക് പറയാമെന്നില്ല, അജ്ഞത കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാം വേണം, പുതിയത് വേണ്ടാന്നല്ല, പഴയത് വേണമെന്നല്ല പറയുന്നത്. മറിച്ച് നല്ലത് ഏതെന്ന് കിട്ടിയാലും സ്വീകരിക്കാനുള്ളൊരു മനസ്സ് വേണം, നല്ലത്. പക്ഷെ അതിന് പകരം ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ് എന്തൊക്കെ ചെയ്തിട്ടപ്പം നടക്കുന്നത്? ഈ സമൂഹത്തിൽ വരുന്ന കുറ്റങ്ങൾക്ക് അധികം കാരണം ന്യൂ ജനറേഷൻ ഒരു വലിയ പങ്കുണ്ട്. നമ്മൾ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന വസ്ത്രധാരണം വരെ, ഭക്ഷണം വരെ, കുഴിമന്തി തുടങ്ങിയതൊക്കെ. ഇന്നലെ ഒരാൾ പറഞ്ഞല്ലോ, ഇവിടെ നിന്ന് തന്നെ പറഞ്ഞത്, കുട്ടിക്ക് കുഴിമന്തി വേണമെന്ന് പറഞ്ഞ് വാങ്ങിക്കൊടുത്തിട്ട് പിന്നെ ആദ്യമായിട്ട് വാങ്ങിക്കൊടുക്കുക,
വാങ്ങിക്കൊടുത്തോട് കൂടിയിട്ട് എന്തായി, പിന്നെ ആശുപത്രിയിൽ പോകേണ്ടി വന്നു. എന്തോ പ്രശ്നം, എന്തൊരു വിഷയം വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് കഴിക്കുക, വാങ്ങിക്കൊടുത്ത അച്ഛനും അറിയില്ല എന്താ കാരണം എന്ന്. കഴിച്ച കുട്ടിക്ക് ഇത് കേട്ട് ഈ കുട്ടിക്ക് കുഴിമന്തി വേണമെന്ന് കുറേ കാലമുള്ള ആഗ്രഹം. അപ്പോൾ ഞാൻ വാങ്ങിക്കൊണ്ട് കൊടുത്തു. കഴിച്ചോടുകൂടി ആശുപത്രിയിൽ അഡ്മിറ്റായി. ഇന്നലെ പറഞ്ഞത് പഴയ മാല മുളക് പൊടി ഇതൊന്നല്ലേ, ഇപ്പൊ ഒരു ടേസ്റ്റിനുള്ള പൊടികളുണ്ട്. ടേസ്റ്റ് ആ പൊടിയായിരുന്നത് അത് വിഷമാണ്. അപ്പം ഇത് കേട്ട് ഈ കുട്ടിക്ക് ഒരു കുഴിമന്തി തിന്നാന്നുള്ളൊരു ആഗ്രഹം വന്നിട്ടുണ്ടാവും. അവസാനം കുഴി മാന്തും എന്നുള്ളത് വരെ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോഴും ആശുപത്രിയിലാണ് ആളുള്ളത്. അപ്പം ഇതൊക്കെയാണുള്ള പ്രശ്നം. അപ്പോൾ ഭ്രമിച്ച് ആത്മാവ് ആണ്. അപ്പോൾ ഈ സുഖം എവിടുന്നാ കിട്ടണമെന്നൊരു ചോദ്യം വരുന്നുണ്ട്. സുഖം വാസ്തവത്തിൽ വിഷയങ്ങളിൽ തട്ടി പ്രതിഫലിക്കുന്ന സുഖമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതാണ് ജ്ഞാനം. ഇപ്പോൾ വിഷയങ്ങളിൽ തട്ടി പ്രതിഫലിക്കുന്ന വിഷയങ്ങൾക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ആ സുഖം എന്ന് പറയുന്നത് വാസ്തവത്തിൽ തൻ്റെ ആത്മസുഖം തന്നെയാണ്. ആത്മസുഖമാണ് വാസ്തവത്തിൽ വിഷയങ്ങളിൽ തട്ടി പ്രതിഫലിച്ച് വരുന്നത്. അല്ലെങ്കിൽ ഈ മറ്റേ ഇതുണ്ട്, എന്താ, വിഷയങ്ങൾ എപ്പോഴും അയാൾക്ക് സുഖവസ്തു ആവേണ്ടതായിരുന്നു, അതല്ല. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് അത് തെറ്റിദ്ധാരണയാണ്. പക്ഷെ ആ തെറ്റിദ്ധാരണ ആവശ്യമാണ് ഒരു പരിധി വരെ ലോകത്ത്, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. സമൂഹജീവി എന്നുള്ള നിലയ്ക്ക് അതൊരാവശ്യമാണ്. പക്ഷേ അത് പോയി തെറ്റിദ്ധാരണ കൂടി, അജ്ഞാനം മൂലം തെറ്റിദ്ധാരണ കൂടി പിന്നെന്ത് ചെയ്യുന്നു, ആത്മസുഖമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടും. ആത്മസുഖമല്ല. ആത്മസുഖത്തിന് മറ്റൊന്നിനെ ആശ്രയിക്കുക തന്നെ വേണ്ട. ശരീരസുഖവും ആത്മസുഖവും രണ്ടാണ്. സുഖം പരിമിതമാണ്, ദുഃഖത്തിന് കാരണവുമാണ്. പക്ഷേ ആത്മസുഖം അങ്ങനെയല്ല. ആത്മസുഖം എന്ത് ബാഹ്യമായിട്ട് ശരീരത്തിന് എന്ത് ക്ലേശങ്ങൾ വന്നാലും ആനന്ദം തന്നെയാണ്. അയാൾ അതിനൊന്നും ബാധിക്കപ്പെടുന്നില്ല. രോഗം വന്നോ മരണം വന്നു എന്ന് കേട്ടോ, ഒരു പ്രശ്നവുമില്ല. നാളെ നീ മരിക്കും എന്ന് പറഞ്ഞാൽ പറയുന്ന നിമിഷം തന്നെ മറ്റേ എത്തുപോകും. പക്ഷേ അതേ സമയത്ത് ആത്മാനന്ദം അനുഭവിച്ച ഒരാൾക്ക് അതൊന്നൊരു വിഷയമല്ല. വന്നോട്ടെ, ഞാൻ റെഡിയാണല്ലോ, കാരണം ഞാൻ ശരീരമല്ല. ശരീരത്തിനൊരു ക്ലേശം വന്നു വിചാരിക്കുക, അയാളത് ബാധിക്കില്ല. അതാണ് ആത്മാവിനെ അറിഞ്ഞത്. അപ്പം ജ്ഞാനമാണ് മുഖ്യം. ഈ ജ്ഞാനം, ഈ അറിവ്, ആത്മാവ് എന്താണ് എന്നുള്ള അറിവ്, അഥവാ ശരീരമാണ് ആത്മാവ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന അവസ്ഥ, ഇത് രണ്ടാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ബാധിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ദേഹത്തിന് ധാതു വൈഷമ്യം കൊണ്ട് രോഗം ബാധിക്കുന്നു. തിരിച്ചറിഞ്ഞു, ശരീരത്തിന് രോഗം ബാധിക്കുന്നത് ധാതു വൈഷമ്യം കൊണ്ടാണ്. സപ്തധാതുക്കളാണ് നമ്മളെ ഭരിക്കുന്നത് ശരീരത്തെ. സപ്തധാതുക്കൾ എന്ന് പറഞ്ഞാൽ മജ്ജ, രക്തം, രേതസ്, പിന്നെ ഇതൊക്കെ കുറേ ഉണ്ട്, 7 ഉണ്ട്. ആ 7 കൂടിയതാണ് ഈ ശരീരം. അതാണ് നമ്മളെ ഭരിക്കുന്നത്. അതുകൊണ്ട് ഈ ധാതു വൈഷമ്യം വരുമ്പോൾ, ധാതുക്കൾ കൂടുകയും കുറയുമ്പോഴും ചെയ്യുമ്പോൾ ശരീരത്തിന് സുഖത്തിനായിക്കൊണ്ട് തേടും അതിൻ്റെ ന്യൂനത പരിഹരിക്കപ്പെടും. ഇപ്പോൾ രക്തം കുറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും, നമുക്ക് ശരീരത്തിന് നിലനിൽപ്പിന് വേണ്ടി രക്തം സ്വീകരിക്കേണ്ട ഘട്ടം വരും. അത് ധാതു വൈഷമ്യം വരും. അതുപോലെ തന്നെ മേധസ്, ശരീരത്തിൽ കൊഴുപ്പ് വേണം. കൂടിയാലും കുഴപ്പം, കുറഞ്ഞാലും കുഴപ്പം. ധാതു വൈഷമ്യം എന്ന് പറഞ്ഞാൽ വിഷമം, ഏറ്റക്കുറച്ചിലുകൾ. അപ്പോൾ ശരീരത്തെ ഭരിക്കുന്ന ഭരണകർത്താവ് ആരാന്ന് ചോദിച്ചാൽ ധാതുക്കളാണ്. അസ്ഥി, മേധസ്, അങ്ങനെയുള്ളതൊക്കെ ശരീരത്തിനെ കൊണ്ടു കിടക്കുന്നതാണ്. 7 ഉണ്ട്. ആ 7 ശരീരത്തിനെ ഭരിക്കുന്നത്. അത് ശരീരത്തിനെയാണ് ഭരിക്കുന്നത്, എന്നെ ഭരിക്കുന്നില്ല എന്ന് മനസ്സിലായാലോ. ഇതൊക്കെ ചെയ്യാതിരിക്കാം. ശരീരത്തിന് വിഷമങ്ങൾ ഉണ്ടാവാം, പക്ഷേ അതൊന്നും ബാധിക്കപ്പെടാതാവാം. ആ പവർ കൊണ്ട് തന്നെ ശരീരത്തിലെ ധാതു വൈഷമ്യത്തിൻ്റെ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ ക്ഷീണിച്ച്, ധാതു വൈഷമ്യം കൊണ്ട് ക്ഷീണിച്ച് എണീക്കാൻ വയ്യാതെ കിടക്കുന്ന സമയത്ത് നിൻ്റെ കുട്ടി മരിച്ചിട്ടുണ്ട് എന്നിട്ടോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ നമ്മൾ അവിടെ നിന്ന് ചാടി എണീറ്റ് ഓടുക, അതുപോലെയുള്ള ഒരു പവർ ആത്മധൈര്യം കൊണ്ട് നമുക്ക് ലഭിക്കും. അതാണ് ആത്മധൈര്യം. അതിലും വലിയൊരു ഉദാഹരണം പറയാനില്ല. നമ്മൾ വയ്യെന്ന് പറഞ്ഞു കിടക്കുക, പനിച്ച് കിടക്കുക, അല്ലെങ്കിൽ വളരെ ക്ലേശായിട്ട് കിടക്കുക. ആ സമയത്ത് ഓടി വന്നിട്ട് എടോ നിൻ്റെ കുട്ടി മരിച്ചു കേട്ടോ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പം എണീറ്റ് ഓടും. ആ ഒരു പവർ എവിടുന്നാ കിട്ടിയത്? ഉള്ളുന്നാ കിട്ടിയത്. ഇത് ആത്മപവറാണ്.
ഈ ആത്മ പവർ ഏത് ഘട്ടത്തിലും വന്നാൽ എങ്ങനെ ഉണ്ടാവും? ഒന്നും ബാധിക്കില്ല, ചെയ്യേണ്ടത് ചെയ്യുകയും. അത് മസിൽ പവർ അല്ല. അത് കരയല്ല, ഓടുന്നെ ചെയ്യോ. സൂക്കടാണ് മാറും തൽക്കാലം. എണീറ്റ് നടക്കാനുള്ള ഒരു പവർ ഉണ്ടാവും. ഇതൊക്കെ ഈ മറ്റേ ഇതിലുണ്ട് അത്ര കേട്ടോ. ഒരു പരിധിക്ക് അപ്പുറം വെട്ടും കുത്തുമൊക്കെ കിട്ടിയ ആൾക്കാർക്ക് എങ്ങനെ ഉണ്ടാവും അത്ര? സങ്കല്പിക്കാൻ പറ്റില്ല അതൊന്ന്. കാരണം മറ്റേ അക്രമങ്ങളൊക്കെ അല്ലേ, ഗുണ്ടായുസൊക്കെ കാണിച്ചിട്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ വെട്ടുമൊക്കെ ചെയ്തിട്ട് ദേഹം മുറിഞ്ഞിട്ടുണ്ടാവും അത്ര. എന്നിട്ട് അവൻ ചാടി എണീറ്റ് മറ്റവനെ ശരിയാക്കാൻ ഓടും അത്ര. ആ പവർ എവിടെ നിന്നാണ് ഉണ്ടാവണത്? പക്ഷെ അവന് തെറ്റിദ്ധാരണ കൊണ്ട് അവൻ വിചാരിക്കുകയാണെന്ത്, അവന് വേദന മറക്കുകയാണ്. പക്ഷേ വാസ്തവത്തിൽ ഉള്ളിലത്തെ പവറാണ് ആ എനർജി ആയിട്ട് പുറത്തേക്ക് വരുന്നത്. ഈ എനർജി എപ്പോഴും ഉണ്ടായാലെന്നുണ്ടാവും, ഏത് സന്ദർഭത്തിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ച് ഈ ലോകത്ത് വരുന്ന രോഗങ്ങളോ ക്ലേശങ്ങളോ ഒന്നും അയാളെ ബാധിക്കില്ല. അതുതന്നെയാണ് ആത്മപവർ. ശാസ്ത്രം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടത്. അപ്പോഴും അവർ വിചാരിക്കുന്ന ഒരു അജ്ഞാനത്തിൻ്റെ മറവിൽ അവർ വിചാരിക്കുന്നത് എൻ്റെ ധൈര്യം എന്നുള്ളത് ശരീരത്തിൻ്റെ ധൈര്യമായിട്ടാണ്. വാസ്തവത്തിൽ ശരീരത്തിൻ്റെ അല്ല, ആത്മബലമാണ്. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ നേടേണ്ടത് ഈ ആത്മബലമാണെന്ന് വിവേകാനന്ദ സ്വാമികളൊക്കെ പറയാൻ കാരണം. ആദ്യം നിങ്ങൾ ആത്മീയമായ ഉന്നതിയെ പ്രാപിക്കൂ, അതിന് ശേഷമാക്കാം ബാക്കിയുള്ള ഉന്നതി. പക്ഷെ അത് പലരും കേട്ടില്ല. ആദ്യം വേണ്ടത് അതല്ല, ആദ്യം വേണ്ടത് മറ്റ് കഴിവുകളാണ്. തെറ്റ്. ആദ്യം വേണ്ട ആത്മപവർ തന്നെയാണ്. അതുള്ള ഒരാളെ തളർത്താൻ ഈ ലോകത്ത് മറ്റൊരു ശക്തിക്കും കഴിയില്ല. അത് ഇത് മാത്രമൊന്നുമല്ല, കർമ്മ മേഖലയിലും അങ്ങനെ തന്നെയാണ്, ജോലിയുടെ മേഖലയിലും അങ്ങനെ തന്നെയാണ്, കഷ്ടപ്പാടിൻ്റെ മേഖലയിലും അങ്ങനെ തന്നെയാണ്. ആദ്യം വേണ്ടത് പിടിച്ചു നിൽക്കാനുള്ള കഴിവ് വേണം. ആ കഴിവ് എവിടെ നിന്നാണ് കിട്ടുക? ആ കഴിവ് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. പുറത്ത് പിടിച്ചു നിർത്തിയാലും അത് തളർന്ന് വീഴും, ആത്മപവർ ഇല്ലെങ്കിൽ. ഈ ആത്മീയമായ കഴിവാണ് ആദ്യം നേടേണ്ടത്. പക്ഷെ നമ്മളത് അവസാനത്തേക്ക് മാറ്റി വെച്ചിരിക്കുക. ബാക്കി എല്ലാ കഴിവും കഴിഞ്ഞ് ഇനി ഒന്നിനും കൊള്ളാതാവുമ്പോൾ ആധ്യാത്മിക മേഖലയിലേക്കാണ് പോണത്. അപ്പം പോയാൽ അതൊന്നും ഉള്ളിലേക്കെത്തില്ല. ആദ്യം നേടേണ്ടത് ഇതാ വിവേകാനന്ദ സ്വാമികൾ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ആദ്യം നേടേണ്ടത്, നമ്മൾ ആദ്യം നേടേണ്ടത് അവസാനമാക്കി, അവസാനം നേടേണ്ടത് ആദ്യം. ഇതാ കുഴപ്പം. ഒന്നിട്ടിട്ടാണ് പൂജ്യം ഇടേണ്ടത്. ഇത് പൂജ്യം കുറേ പൂജ്യം ഇട്ടിട്ട് ഒന്നിട്ടിട്ട് എന്താ കാര്യം? അവിടെയാണ് ഇപ്പം നിൽക്കുന്നത് നമ്മൾ. ആ ഒന്നാണ് ഞാൻ, ദശമൻ, പത്താമൻ. അവനറിയണം ആദ്യം ഞാൻ ആരാണ്. അതല്പം അറിഞ്ഞാൽ പിന്നെ അവൻ തളരാൻ പോണില്ല. ഞാൻ ശരീരമാണെന്ന് അറിയുന്ന കാലത്തോളം അവന് പവർ, ശരീര പവർ മാത്രമേ ഉള്ളൂ. മസിൽ പവർ എന്ന് പറയും സാധാരണ. ഈ മസിൽസാണ് ഞാനെന്ന്. അത് തളരും. അത് ധാതുക്ഷയം വരുമ്പോൾ തളരും മസില്. അതേസമയത്ത് മറ്റത് ധാതുക്ഷയത്തിൽ തളരുന്നതല്ല, കാഴ്ചയ്ക്ക് തളരും. അതുകൊണ്ട് ധാതു വൈഷമ്യം കൊണ്ട് രോഗം ബാധിക്കുന്നു. ചികിത്സ ചെയ്ത് ധാതുസാമ്യം വീണ്ടെടുത്ത് രോഗം മാറി ദേഹം സംസ്കരിക്കപ്പെടുന്നു. ഇവിടെ ശരീരത്തിനാണ് രോഗം വന്നതും പോയതും. പക്ഷെ ദേഹമാണ് ആത്മാവെന്ന് തെറ്റിദ്ധരിക്കുന്നയാൾ രോഗം വരുമ്പോൾ ഞാൻ രോഗിയായെന്നും രോഗം മാറുമ്പോൾ ഞാൻ ആരോഗ്യവാനായെന്നും അഭിമാനിക്കുന്നു. ഈ ഘട്ടങ്ങളിലൊന്നും ആത്മാവിന് രോഗം വരികയോ മാറുകയോ ചെയ്തിട്ടില്ലെന്ന് തീർച്ചയാണ്. അതുപോലെ സ്നാനാചമനാദികളെ കൊണ്ട് ഞാൻ ശുദ്ധനായി എന്ന് ചിലർ വിചാരിക്കുന്നു എന്നൊരാൾ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ദേഹമാണെന്ന അജ്ഞാനഭ്രമത്തിലാണ് അവൻ കൂടിയിരിക്കുന്നത്. എന്നെ തൊടരുത്. എന്താ പറയാൻ കാരണം? ശരീരത്തിനെ തൊടുന്നതേ. ഈ ശരീരമാണെന്ന് ഞാനെന്ന് ധരിച്ചിരിക്കുന്ന ഘനീഭൂതമായ ഒരവസ്ഥയിൽ ശരീരത്തിൻ്റെ ശുദ്ധാശുദ്ധങ്ങൾക്ക് വലിയ പരിഗണന കൊടുക്കും. പക്ഷേ ആത്മാവാണെന്നുള്ള അറിവുണ്ടാവുമ്പോൾ പിന്നെ അയാൾക്ക് എന്ത് ശുദ്ധാശുദ്ധമാണ്? ഇതൊക്കെ തൊലിപ്പുറമുള്ളതല്ലേ. അതുകൊണ്ട് ഇവിടെയൊക്കെ ക്രിയകളുടെ കർത്താവ് ദേഹവുമായി താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു. ക്രിയകളുടെ കർത്താവ് ആരാണ്? ഞാൻ. ആ ഞാൻ എന്നുള്ളത് ആത്മാവാണെന്ന് അറിയാത്ത കാലത്തോളം, ഞാൻ ശരീരമാണെന്ന് വിചാരിക്കുന്ന കാലത്തോളം ആ ദേഹവുമായി അത് കൂടിച്ചേർന്നു അഭിമാനം കൊള്ളുന്ന അഹംബോധമാണെന്ന് നിസ്സംശയം തെളിയുന്നു. ഈ അഹംബോധം എന്ന് പറയുമ്പോൾ ഞാൻ, ഈ ശരീരമാണ് ഞാൻ എന്നുള്ള അഹംബോധം,
അപ്പോൾ അതിൽ അഭിമാനം കൊള്ളുകയാണ്. ശരീരമല്ല ഞാൻ. ആ ക്രിയകളുടെ ഫലവും അതുതന്നെ അനുഭവിക്കുന്നു. സ്വയം ഉണ്ടെന്ന് പോലും അനുഭവമില്ലാത്ത ഉണ്ടായി മറയുന്ന ജഡദൃശ്യങ്ങളുടെ സമ്പർക്കം കൊണ്ടാണ് വ്യക്തമായി ഉണ്ടെന്ന അനുഭവമുള്ള അഹംബോധത്തിൽ ക്രിയകൾ ആവിർഭവിക്കുന്നത്. ജഡസമ്പർക്കം മാറിയാൽ ക്രിയ നിശ്ശേഷം മാറും. അതുകൊണ്ട് തന്നെ ജഡരൂപങ്ങളുടെയും കർത്താവ് ഭോക്താവ് എന്ന അനുഭവങ്ങളുടെയും ഉണ്ടാകലും മറയലും വെറും ഭ്രമമാണെന്ന് കാണേണ്ടതാണ്. ഇതൊക്കെ ഒരു ഭ്രമിച്ച അവസ്ഥയാണ്. ഒന്നല്ലാത്തതിൽ അതാണെന്നുള്ള തോന്നലാണ് ഭ്രമം, ഭ്രാന്ത് എന്ന് പറയും. വാഴേൻ്റെ പോള കണ്ട് പ്രേതമാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് ഭ്രമമാണ്, ഭ്രാന്താണ്. ഇതുപോലെ ഇതൊക്കെ ഒരു ഭ്രാന്താണ്. അതാ ശാസ്ത്രം പറയുന്നത്. അതായത് ഈ ജഡമായ ശരീരത്തെ നോക്കിക്കൊണ്ട് അതിനെ സംബന്ധപ്പെടുത്തിക്കൊണ്ട് ബാക്കിയെല്ലാം ചിന്തിച്ചിട്ടാണ് നമ്മൾ ദുഃഖിതരും ക്ലേശമുള്ളവരൊക്കെ ആയിത്തീരുന്നത്. വാസ്തവത്തിൽ നമുക്ക് ദുഃഖിക്കാൻ അവകാശമില്ല. കാരണം ലോക സാമാന്യ നിയമമാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. അത് ഞാനാണ് തെറ്റിദ്ധരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഞാൻ ആത്മാവാകുന്നു, ഇത് ഉറപ്പിക്കണം എപ്പോഴും. അത് എത്ര പറയണം? എത്ര തിരിച്ചു പറഞ്ഞു അത്രയും തിരിച്ചും പറയണം. എത്രയോ കാലമായിട്ട് ഇത് പറയൽ തുടങ്ങിയതാണ്, ഞാൻ ശരീരമാണ്. പറഞ്ഞില്ലെങ്കിലും അനുഭവിക്കുന്നത് അങ്ങനെ തന്നെയാണ്. യഥാർത്ഥത്തിൽ ബോധരൂപമായ ആത്മാവിൽ ക്രിയകളോ ജഡസമ്പർക്കമോ ഉണ്ടാകുന്നതേയില്ല. ജഡസമ്പർക്കം എന്ന് പറഞ്ഞാൽ ഇത് ശരീരം ജഡമാണ്. ആത്മാവിൽ നിന്ന് കണക്ഷൻ വിട്ട് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ജീവാത്മാവ് വിട്ടുപോയാൽ ഈ ശരീരത്തെ എന്ത് ചെയ്താലും ഒരു പ്രശ്നമല്ല. അപ്പം ജീവിച്ചിരിക്കുമ്പോഴും ആത്മാവ് തന്നെയല്ലേ? ഇല്ല, ഓപ്പറേഷൻ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം മയക്കി കിടത്തി കഴിഞ്ഞാൽ ബോധമായിട്ട് വിട്ടു, താൽക്കാലികമായിട്ടെങ്കിലും. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന തെളിവുകളാണ്. അപ്പോൾ നിത്യനിരന്തരമായിട്ട് അറിവ് കൊണ്ട് തന്നെ എന്തായി? ആത്മാവുമായിട്ടുള്ള ബന്ധം വേർപെടുത്തി. ആത്മാവ് ആത്മാവ്, ശരീരം ശരീരം. അപ്പോൾ ഈ കണക്ഷൻ ഇല്ലാതായെന്നുണ്ടാവും. അയാളെ സംബന്ധിച്ച് ദുഃഖിക്കാൻ ഒരു വകുപ്പും ഇല്ല. അതെ, കാണുന്നത് കണ്ണിലൂടെയാണ്. അതെ 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 വിട്ടുനിന്ന് നമുക്ക് ഉൾക്കണ്ണുകൊണ്ട് കാണാം. ഇല്ലേ രതീഷേ? ഉൾക്കണ്ണുകൊണ്ട് എന്തായാലും നമ്മൾ കാണും. കൊണ്ടുപോയിട്ട് കിടത്തുന്നതും ഒക്കെ ഇപ്പൊ തന്നെ കാണാം. അതെ, ബാഹ്യമായ കണ്ണുകളെ കൊണ്ട് കാണുന്നതിൽ അപ്പുറത്ത് ഒരു ജ്ഞാനിയെ സംബന്ധിച്ച് ഉൾക്കണ്ടുകൊണ്ട് അയാൾ കാണുന്നുണ്ട്. അതെ, മരിക്കേണ്ട ആവശ്യമില്ല. മരിക്കുന്നതിന് മുമ്പ് തന്നെ കാണാം, പിന്നെയല്ലേ മരിച്ചിട്ട്. അതെ, അതും നമുക്കിപ്പോ കാണാം. എന്നിട്ട് ഇപ്പൊ ഏത് വരെ ഉണ്ടാവും? അതെ, അയാളുടെ തിരക്കൂട്ടിനുണ്ടാവും. രാഗി പറഞ്ഞിട്ടായിരിക്കും ഇതോട്ട് കഴിയണില്ല. അതെ, ഇപ്പൊ തന്നെ കാണാന്നറിയാം. തയോരന്യ പിപ്പലം സ്വാദ്വത്തി അനസ്നന്യോ അഭിജാകശീതി. ഇവിടെ പറയാണ്, മുണ്ടകോപനിഷത്തിൽ 3-ാം മുണ്ടകം 1-ാം ഖണ്ഡം 1-ാം മന്ത്രത്തിൽ പ്രഖ്യാപിക്കുന്നത് നോക്കൂ. അപ്പം 2 പക്ഷികളുടെ ചിത്രം അതിന് തയോരന്യ പിപ്പലം സ്വാദ്വത്തി. അപ്പോൾ അവരിൽ ഒരാൾ മധുരമുള്ള പിപ്പലം ഭുജിക്കുന്നു. പിപ്പലം എന്ന് പറഞ്ഞാൽ പഴം. മധുരമുള്ള പിപ്പലം ഭുജിക്കുന്നു. മറ്റേയാൾ അശ്നന്യോ അഭിജാകശീതി, ഭോഗമൊന്നും കൂടാതെ പ്രകാശിച്ചു വിളങ്ങുന്നു എന്ന് ആദ്യമുള്ള ആളെ പറ്റി പറഞ്ഞു. ഇന്ദ്രിയങ്ങളോടും മനസ്സിനോടും കൂടി ചേർന്ന് നിൽക്കുന്ന ആത്മാവാണ് ഭോക്താവ് എന്ന് സത്യദർശികൾ പറയുന്നു. ഇവിടെ കഠോപനിഷത്തിലെ മന്ത്രത്തെ ഉദ്ധരിച്ചതാണ്. ഉപനിഷത്ത് വാക്യങ്ങളെ വിചാരം ചെയ്യാനാണ് ഇവിടെ ചെയ്യുന്നത്. ഉപനിഷത്ത് പറയുന്നത് സത്യമായിരിക്കും, അതിൽ പിന്നെ ചർച്ച വേറെ ആവശ്യമില്ല. അപ്പോൾ ഉപനിഷത്തിനെ ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 2 പക്ഷികൾ ഒരു വൃക്ഷത്തിലിരിക്കുന്നു. ഈ വൃക്ഷത്തിൽ താഴത്തെ കൊമ്പുകളിലൊക്കെ ധാരാളം പഴങ്ങളുണ്ട്. അതിൽ താഴത്തെ കൊമ്പുമ്പോൾ ഇരിക്കുന്ന ഒരു പക്ഷി പഴങ്ങൾ ഭുജിക്കുകയാണ്. നല്ല മധുരമുള്ള പഴങ്ങൾ ഭുജിക്കുകയാണ്.
അങ്ങനെ ഭുജിക്കുന്ന സമയത്ത് ഇടയ്ക്ക് മോളിക്ക് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ കാണുന്നത് മോളിൽ പഴങ്ങളൊന്നും ഇല്ലാത്തൊരു കൊമ്പത്ത് ഒരു പക്ഷി സുഖമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ പഴങ്ങൾ ഭുജിക്കുന്ന പക്ഷി ഇടയ്ക്കൊന്ന് നോക്കും മേപ്പെട്ട്. അപ്പോൾ നോക്കുന്ന സമയത്ത് എന്താ കാണുന്നത്? മുകളിലുള്ള പക്ഷി ഈ പഴങ്ങളൊന്നും ഭുജിക്കാതെ തന്നെ സുഖമായിട്ട് ഇരിക്കുന്നത് കാണും. അപ്പോൾ അയാൾക്ക് തോന്നുകയാണ്, ഇവനൊന്നും വേണ്ടല്ലോ, എന്നിട്ടും അവൻ സുഖിയാണല്ലോ. അങ്ങനെ ഈ പക്ഷി പഴങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ക്രമേണ ചാടി എവിടെ എത്തി? മോളത്തെ കൊമ്പത്തെത്തി. മോളത്തെ കൊമ്പത്തെ പക്ഷീനെ കാണാനല്ല. അപ്പോൾ ആ പക്ഷി തന്നെയാണ് താൻ മനസ്സിലാക്കുകയാണ്. വാസ്തവത്തിൽ മോളിൽ കണ്ടത് തൻ്റെ നിഴലാണ്, കണ്ണാടിയിൽ കാണുന്നത് പോലെ. അപ്പോൾ മുകളിൽ താൻ കാണുന്നത് ആരെയാണ്? ആ ഒന്നും കഴിക്കാതെ ഭോഗങ്ങൾ ഭുജിക്കാതെ ശാന്തനായി സമാധാനമായിട്ട് ഇരിക്കുന്ന ആത്മാവിനെ ഉണർത്തിയ പക്ഷി അത് താൻ തന്നെയാണ്. താൻ നോക്കുന്നത് ആരെയാണ്? തൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ തൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നുണ്ട്. അത് നോക്കുന്ന സമയത്ത് കാണുന്നത് ഈ പക്ഷിയെയാണ്. ഏത് പക്ഷിയെ? അതെ, തൻ്റെ ഉള്ളിലുള്ള തന്നെയാണ് കാണുന്നത്. ആത്മാന്വേഷണത്തിൽ തന്നെ കാണുകയാണ്, തൻ്റെ ഉള്ളിൽ കാണുകയാണ്. അതാണ് വളരെ ചിന്തനീയമായിട്ടുള്ളത്. ഭോഗങ്ങൾ ഭുജിക്കുന്ന സമയത്ത് അയാൾ വിചാരിക്കുന്നത് ഭോഗങ്ങളിൽ നിന്നാണ് എനിക്ക് സുഖം കിട്ടുന്നതെന്നാണ്. വാസ്തവത്തിൽ ഭോഗങ്ങളിൽ നിന്നല്ല, ത്യാഗത്തിൽ നിന്നാണ് കിട്ടുന്നതെന്ന് പഠിപ്പിക്കാനാണ് ഈ ഉപനിഷത്ത് ശ്രമിക്കുന്നത്, കഠോപനിഷത്ത് ശ്രമിക്കുന്നത്. മനസ്സിലായില്ല? അപ്പം തന്നിൽ നിന്ന് വേറെ ആയിട്ട് ഒന്നിനെ കാണുകയല്ല. അപ്പം നമ്മൾ കാണുന്ന ഒരു സന്യാസിയെ കാണുകയാണ്. സന്യാസി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് കാഷായം എടുത്ത ആളെന്നല്ല. അതായത് മറ്റൊന്നിനെ അപേക്ഷിക്കാതെ ആനന്ദത്തിൽ കഴിയുന്ന ഒരാളെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അയാൾ വാസ്തവത്തിൽ ആരാണ്? തൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത്, പുറത്തല്ല. അത് കാണാൻ കഴിയാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഭോഗങ്ങളിൽ നിന്നാണ് സുഖിക്കുന്നത് എന്ന് അയാൾ ധരിക്കുകയാണ്. ഭോഗമല്ല നമുക്ക് സുഖത്തിന് കാരണം, ത്യാഗമാണ് എന്ന് അയാൾ അറിഞ്ഞിട്ടില്ല. മറ്റേയാൾ അറിഞ്ഞാളെ പറഞ്ഞത്. സന്യാസി എന്ന് പറഞ്ഞാൽ ശരിക്കും സന്യാസി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ? കാഷായം എടുത്ത ആളോ മുണ്ടനം ചെയ്ത ആളോ സന്യാസ ദീക്ഷ സ്വീകരിച്ച ആളല്ല. അതൊരു ഉപാസനാ മാർഗമാണ്. വാസ്തവത്തിൽ സന്യാസി പറഞ്ഞ സന്യാസിക്ക് കാവ്യമില്ല, കാവ്യമല്ല സന്യാസം. വാസ്തവത്തിൽ സന്യാസം എന്ന് പറഞ്ഞാൽ അയാളൊന്നും ഉപേക്ഷിക്കുന്നില്ല, അയാളൊന്നും സ്വീകരിക്കുന്നുമില്ല. പക്ഷെ ഇതൊക്കെ ഉപേക്ഷിക്കുന്നതും ഒക്കെ മാർഗസന്യാസിയാണ്. മാർഗസന്യാസി എന്ന് പറഞ്ഞാൽ സന്യാസം ലക്ഷ്യമാണെന്ന് ബുദ്ധിതലത്തിൽ അറിഞ്ഞ ഒരാൾ ജീവിതം ചിട്ടപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായ ഉപാസനാ മാർഗമാണ് ഈ സന്യാസമൊക്കെ. അതാണ് വിവിധിഷാ സന്യാസം എന്ന് പറയും. ശാസ്ത്രത്തിൽ നിന്നും ഗുരുവിൽ നിന്നും ഒക്കെ പഠിച്ചിട്ടുണ്ട് എന്ത്? സന്യാസം ശ്രേഷ്ഠമാണെന്ന്. അവിടെയോട്ട് എത്തിയിട്ടുമില്ല. എന്നാൽ അതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് ഉറപ്പിച്ച് അതിനനുസരിതമായ മാർഗത്തിലൂടെ ജീവിക്കുന്ന ഒരാളെ ഉപരക്ഷണാർത്ഥം സന്യാസി എന്ന് വിളിക്കുന്നു. അതാണ് സന്യാസി. വിവിധിഷ സന്യാസമൊക്കെ അതില. അതെന്തിനാ അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭോഗങ്ങളുടെ നടുക്കൊരാൾ ജീവിച്ചാൽ ഒരിക്കലും അയാൾക്ക് ത്യാഗമാവാൻ പറ്റില്ല. അപ്പോൾ ഭോഗങ്ങളുടെ നടുവിൽ നിന്ന് ബാഹ്യ സാഹചര്യം സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ത്യാഗ സാഹചര്യത്തിലേക്ക് അയാൾ സ്വയമേവ ലക്ഷ്യത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തുകയാണ്. അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, അങ്ങനെ കാണരുത്, ഇങ്ങനെ കാണരുത്, ഒന്നിച്ച് കിടക്കരുത്, ഒന്നിച്ചുറങ്ങരുത്, ഇങ്ങനെയൊക്കെ ഓരോ നിയമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ശരിക്ക് ബ്രഹ്മചര്യത്തിൽ സന്യാസത്തിലൊക്കെ ഉണ്ട് നിയമങ്ങൾ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം ഈ സാഹചര്യങ്ങളെ പഴി പറഞ്ഞ് ഇയാൾ മാറും. അപ്പോൾ സാഹചര്യങ്ങളെ നന്നാക്കി എടുക്കുകയാണ്. അത് മാർഗ്ഗ ഉപാസനയാണത്. സന്യാസി ഉപാസനാ മാർഗത്തിലുള്ള സന്യാസി അത്. അതെ, അതിനാണ് ഈ വേഷം തരുന്നത്. ഇനിയിപ്പോൾ ഒരു രുദ്രാക്ഷം കൂടി ആയ കേമായി. എന്തുകൊണ്ട്? ഞാൻ ഇന്ന ദീക്ഷ തിരിച്ചിട്ട ആളാണ്, എനിക്ക് ഇന്നതൊക്കെ ആകാവൂ, ഇന്നത് ആവരുത്. ആ ചിന്ത അവനവനുണ്ടാക്കാനാ. അല്ലെങ്കിൽ ഞാൻ ഇന്ന സമയത്ത് സന്യാസം സ്വീകരിച്ചതാണ്, അപ്പോൾ ഞാൻ ഇന്ന പ്രതിജ്ഞകൾ എടുത്തിട്ടുണ്ട്, ആ പ്രതിജ്ഞയ്ക്ക് ലംഘനം വരുത്തരുത്, അത് പാപമാണ് എന്നൊരു ചിന്ത അയാളിലുണ്ട്. ഈ പാപ പുണ്യമൊക്കെ മാർഗത്തിലാണ്. വിവിധിഷാ സന്യാസം അങ്ങനെയാണ്. വിദ്വത് സന്യാസത്തിൽ ഒന്നും വേണ്ട. ലോകസംഗ്രഹം അയാൾക്ക് വേണമെങ്കിൽ കാഷായം എടുക്കാന്നേ ഉള്ളൂ. ഉടുത്തോളം ഒരു നിർബന്ധമില്ല. അയാൾക്ക് എന്ത് വസ്ത്രം എടുക്കാം, കീറിയത് എടുക്കാം, വെള്ളം എടുക്കാം, വസ്ത്രം ഇല്ലാതെ നടക്കാം. അയാൾ സന്യാസിയാണ്. കാരണം അയാൾ ഈ ദേഹബോധത്തിലല്ല. ഇനി അയാൾ വലിയ പ്രൗഢിയിൽ
വല്ല കസവൊക്കെ എടുത്തിട്ട് അങ്ങനെ അയാൾക്ക് കണക്ക്. അയാൾക്ക് ഇന്നത് വേണമെന്നൊന്നുമില്ല. പക്ഷെ ആന്തരികമായ നിഷ്ഠ ബാഹ്യമായ ഒന്നുകൊണ്ടും പറയാൻ പറ്റില്ല. ചിലപ്പോൾ സുഖ സൗകര്യങ്ങളുടെ നടുവിലായിരിക്കാം അയാൾ കഴിയുന്നത്. അയാൾ സന്യാസിയല്ല നമുക്ക് ബാഹ്യമായിട്ട് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഒരാൾ സന്യാസമാണ്, അയാൾ കാഷായം ഒക്കെ തന്നെ എടുക്കുള്ളൂ, അതുകൊണ്ട് അയാൾ സന്യാസി ആണെന്ന് പറയാൻ പറ്റില്ല. ഇതൊന്നും ബാഹ്യമായി വിലയിരുത്താൻ പറ്റില്ല. നമ്മൾ ബാഹ്യമായിട്ടാണ് വിലയിരുത്തുന്നതൊക്കെ. ബാഹ്യമായിട്ടൊന്നും വിലയിരുത്താൻ പറ്റില്ല. വിലയിരുത്തിയാൽ തെറ്റ് പറ്റും. പിന്നെ എങ്ങനെയാ അറിയാന്ന് വെച്ചാൽ നിരന്തരമായ സന്നികർഷം കൊണ്ട്, സമ്പർക്കം കൊണ്ട് ഒരാളെ അയാൾ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെ അറിയാം. പക്ഷെ എന്നാലും അറിയുന്നവൻ്റെ അജ്ഞത മൂലം അയാളെയും പറ്റിക്കാം. കാരണം കുറേ പുസ്തകമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ, ശാസ്ത്രമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് മറ്റൊരാളെ പറ്റിക്കാൻ എളുപ്പമുണ്ട്. ഇപ്പോൾ ബഹുശാസ്ത്രങ്ങൾ നമ്മൾ സഞ്ചയനം ചെയ്യുക, പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ മുന്നിൽ വരുന്ന ആളെ വട്ടം ചുറ്റാൻ നമുക്ക് പറ്റും. അത് അയാളുടെ ഒറിജിനൽ ആയിക്കോളണമെന്നൊന്നുമില്ല. പഠിച്ചതെന്ന് കിട്ടിയ അറിവ് വെച്ച് മറ്റൊരാളെ വഴി പഠിപ്പിക്കാം. അതെ അതെ, അറിയുന്നവനാണ് തെറ്റ് പറ്റി. അതായത് അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ പറ്റിക്കും. അറിവില്ലാതെ പറ്റിക്കുകയാണെങ്കിൽ പറ്റിക്കലല്ലോ. അതുകൊണ്ട് സന്യാസിയെ അറിയണമെങ്കിൽ സന്യാസിക്കേ പറ്റുള്ളൂ. ആർക്ക് പറ്റുമെന്ന് വെച്ചാൽ നല്ലൊരു സന്യാസിക്ക് അറിയും ഇയാൾ സന്യാസിയാണോ എന്ന്. മഹാത്മാക്കളുടെ മുന്നിലേ എന്തുണ്ടാവുള്ളൂ? ഗുരുനാഥൻ്റെ മുന്നിൽ ഗുരുനാഥൻ അറിയും. ഗുരുനാഥന് മഹാത്മാക്കൾക്ക് അറിയും. അല്ലാതെ പലരും വിലയിരുത്താറുണ്ട്, ഇയാൾ നല്ല സന്യാസി കേട്ടോ. ആരാ വിലയിരുത്തുന്ന ആള്? അവിടെ എത്താത്ത ആളാ. അതെങ്ങനെയാ അയാൾക്ക് മനസ്സിലാവും? ഇപ്പം ഞാൻ ഒറിജിനൽ സന്യാസിയാണോ എന്ന് വിലയിരുത്തുന്നത് എൻ്റെ അത്ര പോലും വായിക്കും പഠിക്കും ചെയ്യാത്ത ഒരാൾ എന്നെ വിലയിരുത്തി അങ്ങനെ ഉണ്ടാവും. അയാൾ നല്ലതാന്ന് പറഞ്ഞാൽ ഞാൻ നന്നാവുമോ? നന്നാവില്ല. ഞാൻ ചീത്തയെന്ന് പറഞ്ഞാൽ ഞാൻ ചീത്തയാവോ? ഇല്ല. കാരണം 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയെ പേപ്പർ നോക്കണമെങ്കിൽ ചുരുങ്ങിയത് 10ാം ക്ലാസ്സിലെങ്കിലും പഠിക്കണ്ടേ? 9ാം ക്ലാസ് പഠിക്കുന്ന ഒരാൾക്ക് എങ്ങനെ 10ാം ക്ലാസ്സിലുള്ള പേപ്പർ നോക്കാൻ പറ്റുമോ? നോക്കുകയായിരിക്കാം, പക്ഷേ മാർക്കിടാൻ പറ്റുമോ? ലോകം അങ്ങനെയാണ് വിലയിരുത്തുന്നത്. അപ്പം ലോക സാമാന്യത്തിൻ്റെ മാനദണ്ഡത്തിലല്ല ഒരു സന്യാസി കഴിയുന്നത്. അയാളുടെ തല ഏതാണെന്ന് അയാൾക്കറിയാം. അതെ അതെ, അയാൾക്കറിയാം. ഇപ്പം എനിക്കറിയാം ഞാൻ എത്ര ആളെ പറ്റിക്കുന്നുണ്ട്, അല്ല ഞാൻ നേരെ വണ്ണാണോ പോകണമെന്ന് എനിക്കറിയാം. ഫുള്ള് അറിയുന്ന ആൾ ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ. എന്നെ ശരിക്കും അറിയുന്ന ആളാരായിരിക്കും? ഞാൻ തന്നെയായിരിക്കും. പിന്നെ അറിയുന്നത് എൻ്റെ ഗുരുനാഥനാണ്. പിന്നെ ഗുരുനാഥൻ്റെ സമാനമായിട്ടുള്ള തത്വജ്ഞാനികൾക്കറിയും. ഞാൻ തത്വജ്ഞാനിയാണോ അല്ലേന്ന് ആരാ വിലയിരുത്തേണ്ടത്? ഗുരുനാഥൻ വിലയിരുത്താം. ഗുരുനാഥൻ്റെ സമാനതയുള്ള തത്വജ്ഞാനികൾക്ക് വിലയിരുത്താം. അവർ ഭേദം ഉണ്ടാവില്ല. പക്ഷെ വിലയിരുത്തുന്നവർ ആരായിരിക്കും? ചിലപ്പോൾ വല്ല പ്രഭാഷണം കേട്ടിട്ടോ, വല്ല ക്ലാസ് കേട്ടിട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഈ ബാഹ്യമായ വേഷവിധാനങ്ങൾ കണ്ടിട്ടോ ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ കുറേ ആൾക്കാർ നമസ്കരിക്കുന്നത് കണ്ടിട്ടോ അങ്ങനെ ഉണ്ടാവും. അതൊന്നുമല്ല ഒരു സന്യാസി വരുന്നത്. ഒരുപാട് ആളുകൾ ഡിവോട്ടീസ് ഉണ്ടാകും. കാരണം മുമ്പേ ഗമിക്കുന്ന ഗോവിൻ്റെ പിന്നാലെ ഗമിക്കുന്ന ഗോക്കളെ പോലെ ഒരാൾ പോയി വീണ പിന്നാലെ ആൾക്കാർ വന്നങ്ങനെ വീണോളും. കുറച്ച് കാലം കൊണ്ട് ഇയാൾ ആരായിരിക്കും? പേരും സന്യാസിയായിരിക്കും. അതൊന്നും മാനദണ്ഡമാക്കി എടുക്കാൻ പറ്റില്ല നമുക്ക്. ഇതൊക്കെ ശാസ്ത്രം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ പറയാറുണ്ട്, സന്യാസിമാർ നമസ്കരിപ്പിക്കാൻ സൂക്ഷിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ കേമൻ തന്നെയാണല്ലോ സന്യാസിക്ക് തോന്നിയാണ്ടല്ലോ. പിന്നെ ഈ പാപം മുഴുവൻ ഇയാൾ കൊണ്ടു നടക്കണം. അതിന് പക്വത ഇല്ലെങ്കിൽ, ദഹിപ്പിക്കാനുള്ള കഴിവില്ലെങ്കിൽ മറ്റയാൾ വിഷമിച്ചിട്ടായിരിക്കും വരുന്നത്. അയാളെ വിഷമം കൊണ്ടായിരിക്കും ഇയാളെ കാക്കൽ കൊണ്ടുപോയി സമർപ്പിക്കുന്നത്. അപ്പോൾ ചോദ്യം, അതൊക്കെ പറ്റി പിടിക്കുകയല്ല. അവരുടെ ആ ഭാരം ഉണ്ടല്ലോ, ആ ഭാരം ഇറക്കി വെക്കുന്ന അത്താണിയായിട്ട് തനിക്ക് നിൽക്കണമെങ്കിൽ താൻ ആദ്യം ആരാവണം? തൻ്റെ ഭാരങ്ങൾ അല്ലേ തൃപ്പാദ പത്തിൽ അർപ്പിച്ച ആളായിരിക്കണം. അത് ആ സ്പോട്ടിൽ ആ അഹങ്കാരം കളയണം. അതൊക്കെ രഹസ്യങ്ങളാണ്. ഒരാൾ നമസ്കരിക്കുമ്പോൾ ആ നിമിഷം ആ സ്പോട്ടിൽ ഒന്നുകിൽ കൈ കൂപ്പിയിട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും കൈ കൂപ്പിയൊന്നും വരില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾ വിചാരം ചെയ്യും. അതിനാണ് ഈ സന്യാസിക്ക് ആത്മവിചാരം മുഖ്യമാണ്. ഇതെനിക്കല്ല തരുന്നത്, ഇത് അവിടത്തേക്കാ. ഈ ഒരു ബോധം ഇല്ലെങ്കിൽ, ഇതെനിക്കാണെന്നൊക്കെ തോന്നിപ്പോയാൽ കഴിഞ്ഞു. അയാൾ അതുവരെ ചെയ്ത സാധനമൊക്കെ പോയി. കാരണം ബാഹ്യമായ വിഷമങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഒരാളെ ബാഹ്യലോകം ആകർഷിക്കുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്.
അപ്പോൾ ബാഹ്യമായ ലോകത്ത് ജീവിക്കുമ്പോൾ ആന്തരികമായി പക്വത വരാത്ത ഒരാളെയും ബാഹ്യമായതൊക്കെ ബാധിക്കും. ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചില സന്യാസിമാർ നമസ്കരിക്കുമ്പോൾ കാല് വലിച്ചു കളയുന്നവരുണ്ട് പേടിച്ചിട്ട്. കാരണം ഇയാളുടെ പാപം ഞാൻ ഏറ്റെടുക്കേണ്ടത്. ശരിക്ക് ആധ്യാത്മികതയുടെ ഒരു പരിമിതി കടന്നു കഴിഞ്ഞാൽ ഒരാളെയും പാപം നമ്മളാരും ഏൽക്കണമെന്നില്ല. പക്ഷെ ആ തലത്തിൽ ഉറച്ചിരിക്കുന്ന ഒരാളതൊന്നും ബാധിക്കില്ല. പക്ഷേ ബഹുഭൂരിപക്ഷം പേരും എന്തായിരിക്കും, അവിടെ അയാൾ എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇയാൾക്ക് ഒന്നുകിൽ വലിക്കാൻ തോന്നും, അല്ലെങ്കിൽ ഇടത്തെ കാലും ഒരു വലത്തെ കൈ ഓടണം എന്നൊക്കെ തോന്നും. അങ്ങനെ പല നിയമങ്ങളും അയാൾ കൊണ്ടുവരും. അങ്ങനെയുണ്ട്. ചിലർ നമസ്കരിക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ, അങ്ങനെ കൊടുക്കും. അയാൾക്ക് വലത് കടതൊക്കെ എത്തി. അതെന്ത് വലത് കടക്കും? ഇത് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല. അതൊക്കെ ആ ഉപരി എത്തിയ ഒരാൾക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ. ഇതൊക്കെ പറഞ്ഞിട്ട് നമുക്കൊക്കെ പറയാം. അപ്പോൾ ശാസ്ത്രം പഠിച്ച എനിക്കും പറയാം, എന്ത് വലത് കടന്നൊന്നുമില്ല, വലത്തെ കൈ ആയാലും ഇടത്തെ കൈയിനായാലും കണക്ക് തന്നെയാണ്. ഒരാൾ ചിലർ വലത്തെ കൈ കൊണ്ട് കൊടുക്കും. എന്താ ഇടത്തെ കൈ കൊണ്ട് കൊടുത്താൽ? പക്ഷേ അതൊക്കെ ആ വ്യത്യാസം, ഭേദബുദ്ധി ഇല്ലാതായി കഴിഞ്ഞാൽ തന്നെ തീർത്തും അതൊക്കെ മാറുള്ളൂ. ഇല്ലാതെ മാറ്റിയ കുഴപ്പമാണ്. പിന്നെ എന്ത് ഇടത്, പിന്നെ എന്ത് വലത്, പിന്നെ എന്ത് നിയമങ്ങൾ, എന്ത് നിയമം എന്ന് പറഞ്ഞാൽ ധർമ്മം. പിന്നെ അവിടെ ധർമ്മമില്ല. സർവ്വധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. ഞാനൊന്നും സ്വീകരിച്ചിട്ടില്ല, ഞാൻ ആർക്കൊന്നും കൊടുത്തിട്ടുമില്ല, ഞാൻ ആരെയായിട്ട് അനുഗ്രഹിച്ചിട്ടുമില്ല, ഞാൻ ആരിൽ നിന്ന് സ്വീകരിക്കുന്നുമില്ല, പാപം സ്വീകരിക്കണില്ല. പിന്നെ എന്താ വേണ്ടത്? പിന്നെ അയാൾക്ക് എന്താ ഉള്ളത്? ഒരു നിയമം ബാധമല്ല. ഇനി അയാൾ കുറച്ച് ആൾക്കാരെ കുറ്റം പറഞ്ഞു വിചാരിക്കുക, ഒരു പ്രശ്നം അയാൾക്കില്ല. കാരണം ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അത് അയാൾ കേൾക്കേണ്ടതാണ്, ഇത് ഞാൻ പറയേണ്ടതാണ്. അത് ശരീരത്തിൻ്റെ ധർമ്മം. മറ്റേയാളോ അങ്ങനെയല്ല. ഞാനൊന്നും പറഞ്ഞു. ഇനിയിപ്പോൾ ഒരാൾ ശിക്ഷിച്ചു, അടിച്ചു, ഇങ്ങോട്ട് കിട്ടുമ്പോൾ അതേ വേണം ഓർമ്മ, ഇന്നെയല്ല അടിച്ചത്. അല്ലാതെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഞാൻ വലിയ കേമൻ, ഇങ്ങോട്ട് കിട്ടുമ്പോൾ അയ്യോ എന്നാലും ഞാൻ തല്ല് വാങ്ങിയാലോ, അതുമില്ല. രണ്ടും ശരീരത്തെയാണ്. അയാളെ സംബന്ധിച്ചോളം ഈ ലോകത്ത് അയാൾ എന്ത് ചെയ്താലും, എന്ത് തെറ്റ് ചെയ്താലും, തെറ്റ് മറ്റൊരാളെ ദൃഷ്ടിയിലാണ്. അയാളെ സംബന്ധിച്ച് അതൊന്നും ബാധിക്കുന്നില്ല. ഇങ്ങോട്ട് കിട്ടിയാലും അങ്ങനെ തന്നെ. കാറൊളി ചെളി നീളെ പുരണ്ടാൽ അതും കൊള്ളാം, താരക മണിമാല ചാർത്തിയാൽ അതും കൊള്ളാം. പക്ഷെ പറയേണ്ടത് പറഞ്ഞ് അങ്ങനെ പോകുന്നു. അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കും. അങ്ങനെയുണ്ട്. പക്ഷെ അത് ആ തലത്തിലുള്ള ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ ആർക്കും വേണം, ആയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, അവരിൽ ഒരാൾ മധുരമുള്ള പിപ്പലം ഭുജിക്കുന്നു, മറ്റേയാൾ ഭോഗമൊന്നും കൂടാതെ പ്രകാശിച്ചു വിളങ്ങുന്നു എന്ന്. ഇന്ദ്രിയങ്ങളോടും മനസ്സിനോടും കൂടിച്ചേർന്ന് നിൽക്കുന്ന ആത്മാവാണ് ഭോക്താവെന്ന് സത്യദർശികൾ പറയുന്നു എന്നാണ് കഠോപനിഷത്ത് 1-ാം അധ്യായം 3-ാം വല്ലി 4-ാം മന്ത്രത്തിൽ പറയുന്നത്. ഇനി പ്രസ്തുത ശ്രുതിവാക്യങ്ങൾ കൊണ്ട് ജീവാത്മാവും പരമാത്മാവും രണ്ടാണെന്ന് കരുതാമോ? ഉപനിഷത്തുകൾ ആത്മൈകത്വം സംശയലേശമന്യേ വെളിപ്പെടുത്തുന്നു. ശ്വേതാശ്വേതരോപനിഷത്ത് 6-ാം അധ്യായം 11-ാം മന്ത്രത്തിൽ പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെയാണ്: ഏകോ ദേവ സർവഭൂതേഷു ഗൂഢ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷ സർവഭൂതാദിവാസ സാക്ഷി ചേതാ കേവലോ നിർഗുണശ്ച. ഏകോ ദേവ, ദേവൻ ഒന്നേയുള്ളൂ. ഈ ദേവശബ്ദത്തിന് പല സന്ദർഭങ്ങളിലും പല അർത്ഥമാണ് കൊടുക്കുന്നത്. ദേവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യാകരണ നിയമപ്രകാരം അർത്ഥം ദ്യോതനവാൻ ദേവൻ എന്നാണ്. ദ്വിലോകത്തിൽ വസിക്കുന്നവൻ ദേവൻ എന്ന് മറ്റൊരർത്ഥം. പിന്നെ ഉള്ളത് സർവത്തിനെയും പ്രകാശിപ്പിക്കുന്നവൻ ദേവൻ എന്നർത്ഥമുണ്ട്. സ്വയം പ്രകാശിപ്പിക്കുന്നവൻ, മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നവൻ എന്നൊക്കെ ദേവശബ്ദത്തിനർത്ഥമുണ്ട്. പൗരാണിക ഗ്രന്ഥങ്ങളിൽ ദേവൻ എന്ന് പറഞ്ഞാൽ ഈ ശിവൻ, വിഷ്ണു, കുട്ടിച്ചാത്തൻ, ഭൈരവൻ, ഗുളികൻ, ഇതൊക്കെ ദേവന്മാരാണ്. അവിടെ തമോ ഗുണ ദേവന്മാരും രജോ ഗുണ ദേവന്മാരും സാത്വിക ദേവന്മാരും ഉണ്ട്. ഇനി ആധ്യാത്മിക ശാസ്ത്രങ്ങളിൽ ദേവശബ്ദം പറയുന്നത് ഏകാദശ രുദ്രന്മാർ, അഷ്ടവസുക്കൾ, ദ്വാദശ ആദിത്യന്മാർ, അശ്വനി കുമാരന്മാർ അടങ്ങുന്ന 33 പേരാണ്. ഇവിടെ അർത്ഥം ഇതൊന്നുമല്ല. ബ്രഹ്മസൂത്രത്തിൽ ദേവശബ്ദം ഇവിടെ ഉപയോഗിച്ച് ഏകോ ദേവ സർവഭൂതേഷു ഗൂഢ എന്നിടത്ത് ഒരേ ഒരു ദേവനേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആ ദേവൻ ബ്രഹ്മമാണ്, ഈശ്വരനാണ്. അവിടെ ഈ അർത്ഥങ്ങൾ ഒന്നും എടുത്തുകൂടാ. ദേവന്മാർ അനേകമുണ്ട്.
സ്വയം പ്രകാശിക്കുന്ന ഒന്നിനെ മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കാൻ പറ്റൂ. മറ്റുള്ളതിനെ പ്രകാശിപ്പിച്ചില്ലെങ്കിലും അത് സ്വയം പ്രകാശകൻ. സൂര്യൻ മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നു എന്നുള്ള ധർമ്മം സൂര്യനില്ല, പക്ഷെ അത് സ്വയം പ്രകാശിക്കുകയാണ്. പക്ഷേ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ നമ്മൾ പറയും നമ്മളെ പ്രകാശിപ്പിക്കുന്നു. അത് നമ്മുടെ ദൃഷ്ടിയാണ്. സ്വയം പ്രകാശിക്കുന്നവനാണ് ആര്? പ്രകാശസ്വരൂപമാണ് ആര്? സൂര്യൻ. ആ സൂര്യനെ പോലെ തസ്യഭാസ സർവമിതം വിഭാതി എന്ന് വേദത്തിൽ മന്ത്രമുണ്ട്. സൂര്യചന്ദ്രന്മാരെ കൂടി പ്രകാശിപ്പിക്കുന്നത് ആരാ? അവിടെയാണ് ഈശ്വര ശബ്ദം വരിക. ആ ഈശ്വര ശബ്ദമാണ് ഇവിടെ ഏകോദേവ. സർവഭൂതേഷു ഗൂഢ. സർവഭൂതങ്ങളിൽ, ഭൂതം എന്ന് പറഞ്ഞാൽ ഭവിച്ചത്, ഉണ്ടായത്. നമ്മളൊക്കെ തന്നെ ഭൂതങ്ങൾ. മനുഷ്യന്മാർ മാത്രമല്ല, സർവക്രിമി കീടങ്ങൾ വരെ എല്ലാം ഭൂതങ്ങളാണ്. അതിനെ മുഴുവൻ പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ലൈറ്റ് കൊടുക്കുക എന്ന് അർത്ഥം എടുക്കരുത്. അത് വളരുന്നുണ്ടെങ്കിൽ അത് പ്രകാശിപ്പിക്കലാണ്. വളരുന്ന ഒരു മരം പ്രകാശിക്കലാണ്. ഒരു ജീവി കരയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ, ചേതസ് ഉണ്ടെങ്കിൽ അത് പ്രകാശമാണ്. ചേതസ് പോയി കഴിഞ്ഞാൽ ജഡമാണ്. അപ്പോൾ പ്രകാശിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കേവലം വെളിച്ചം എന്ന അർത്ഥം എടുക്കരുത്. ആ വെളിച്ചം എടുക്കാം. വെളിച്ചം ഉള്ളതുകൊണ്ടാണ് എന്ത് അത് നടക്കുന്നത്, ഇരിക്കുന്നത്, പറയണത്, പ്രകാശിക്കുന്നതും അത് തന്നെ. അപ്പം പ്രകാശിക്കുക എന്നുള്ളതിന് ഏകോദേവ, സർവ്വഭൂതങ്ങളെയും പ്രകാശിപ്പിക്കുന്നത്, അതിനെ ജീവസ്സുള്ളതാക്കി തീർക്കുന്നതൊക്കെ വേണമെങ്കിൽ പറയാം. വാക്ക് ശരിയല്ല, എന്നാലും അങ്ങനെയൊക്കെ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവും. എല്ലാറ്റിനെയും ജീവസ്സുള്ളതാക്കി തീർക്കുന്നത്. അങ്ങനെയുള്ള ഏകോദേവ, ഒരൊറ്റ ദേവനേ ഉള്ളൂ, അത് രണ്ടില്ല. എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന പരമപ്രകാശം ഒന്നേ ഉള്ളൂ. സർവവ്യാപി സർവഭൂതാന്തരാത്മാ, അത് സർവവ്യാപിയുമാണ്, സർവഭൂതങ്ങളുടെ അന്തരാത്മാവുമാണ്. അകത്തിരുന്നാണ് പ്രകാശിപ്പിക്കുന്നത്. ഇപ്പം ഇന്ദ്രിയങ്ങൾ പ്രകാശിക്കുന്നു എങ്ങനെയാ? അതിന് ഉദാഹരണം പറയും. ഒരു കലത്തിന് അനേകം ദ്വാരങ്ങൾ ഇട്ടു, അതിൻ്റെ ഉള്ളിൽ ഒരു പ്രകാശം കത്തിച്ചു വെച്ചു. അപ്പോൾ ഈ പ്രകാശം ഈ ദ്വാരങ്ങളിലൂടെ എങ്ങനെയാണോ പ്രകാശം പുറമേക്ക് വമിക്കുന്നത്, അതുപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ ആ ഉള്ളിലുള്ള പ്രകാശത്തെ അനുപ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കൈ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ആ കൈ പ്രകാശിക്കുന്നത്? ഉള്ളിലുള്ള ആ ഒരു ദീപമാണ്. അതേ സമയത്ത് തന്നെ നമ്മളെ കണ്ണ് കാണുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് വേറൊരു ദേവനല്ല, ഒരു ദേവനാണ്, ഒരു വെളിച്ചാണ്. ഇതുപോലെ നമ്മളെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ദൈവം എവിടെ ഉണ്ട്? ഒന്നുണ്ട്. അതെവിടെയുള്ളത്? അത് സർവവ്യാപിയാണ്. സർവത്തിൻ്റെയും അന്തരാത്മാവിൽ ഉള്ളിലിരുന്നു കൊണ്ട് പ്രകാശിക്കുന്നത്, അകത്തുമല്ല പുറത്തുമല്ല, സർവവ്യാപിയുമാണ്. അത് മറ്റുള്ളവരില്ല. അപ്പം ഞാൻ എന്നെ വാസ്തവത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെയും സ്നേഹിക്കും. മനസ്സിലായില്ല? കാരണം എന്നിൽ നിന്ന് അന്യമായി ഞാൻ നിങ്ങളെ കാണുന്നുണ്ടെങ്കിൽ അത് ശരീരസംഘാതത്തെയാണ്, ശരീരസംഘാതത്തിൻ്റെ ചെയ്തികളെയാണ്, വാക്കുകളെയാണ്, പ്രവൃത്തികളെയാണ്. പക്ഷെ നിങ്ങളതല്ല, നിങ്ങളിലുള്ള നിങ്ങളതല്ല, എന്നിലുള്ള ഞാനും അതല്ല. മനസ്സിലായോ? നമ്മളെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ ആരാന്നറിയണ്ടേ? ഞാൻ ജഡമായി ഇരിക്കുന്ന ശരീരമാണെന്ന് അറിയുന്ന കാലത്തോളം നമ്മളെ സ്നേഹിക്കാൻ കൊള്ളില്ല. മനസ്സിലായില്ല? ഈ ദേഹസംഘാതമാണ് ഞാനെന്ന് ധരിക്കുന്ന കാലത്ത് നമ്മൾക്ക് നമ്മളോട് സ്നേഹമില്ല. നമ്മളൊരു വണ്ടി വാങ്ങിയാൽ ആ വണ്ടീനോടുള്ള സ്നേഹം പോലും നമ്മളോടില്ല. നമുക്ക് ഒരു മൊബൈൽ വാങ്ങിയാൽ ആ മൊബൈൽ ഒരു കവറൊക്കെ ഇട്ട് എത്ര ഭംഗിയായിട്ട് നമ്മൾ കൊണ്ടെടുക്കും. വീഴരുത്, പൊട്ടരുത്, അല്ലേ? ആ ഒരു ഉപകരണത്തിനോടുള്ള സ്നേഹം നമ്മളെ ഈ ഉപകരണത്തിനോടുണ്ടോ? ഈ ശരീരത്തെ സംരക്ഷിക്കുന്നതിൽ അപ്പുറം നമ്മൾ വാങ്ങിയ ഒരു ഉപകരണത്തെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇത് എൻ്റേതാണെന്നുള്ള ബോധം എനിക്കുണ്ട്, ഇത് നഷ്ടപ്പെടരുത് എന്നുള്ള ബോധമുണ്ട് എനിക്ക്. പക്ഷേ ഇതാണ് എന്നെ കൊണ്ടു നടക്കുന്നത്. ഈ മൊബൈൽ ഇല്ലെങ്കിൽ എൻ്റെ കാര്യം എന്തായിരിക്കും? എൻ്റെ രേഖകൾ മുഴുവൻ മൊബൈലില്ല. അതേപോലെ ഈ ശരീരം ഉണ്ടെങ്കിലേ ആത്മാവിനോട് വസിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ശരീരത്തെ ഞാൻ സൂക്ഷിക്കേണ്ടതല്ലേ? അതാ പറഞ്ഞത്. അപ്പം ആ ഒരു ഉപകരണത്തെ, എന്നിൽ നിന്ന് അന്യമായ എൻ്റെ എന്ന് പറയുന്ന ഒരു ഉപകരണത്തെ സംരക്ഷിക്കുന്ന ഭാവം പോലും എൻ്റെയോടെ ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? ഞാൻ ഒരിക്കലും എന്നെ പീഡിപ്പിക്കില്ല.
എന്നെ പീഡിപ്പിക്കില്ല. അത് അറിവ് കൊണ്ടാണെങ്കിൽ ഒരിക്കലും ഞാൻ മറ്റൊരാളെ നിന്ദിക്കില്ല. മനസ്സിലായില്ല? കാരണം എന്നിലുള്ള അത് തന്നെയാണ് നിങ്ങളിലും പ്രകാശിക്കുന്നത്. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനെ എന്ന് വിളിക്കുന്നില്ലേ? അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനായ ആ പരബ്രഹ്മം തന്നെയാണ് ഇവിടെ സർവ്വജീവജാലങ്ങളെയും പ്രകാശിപ്പിക്കുന്നത്. ആ ഈ ലോകം എന്ന് പറഞ്ഞാൽ പോരാ, അതല തലാതല പാതാളാദി അധോലോകങ്ങളും ഊർധ്വ മഹർലോകങ്ങളും, മഹർലോക സുവർലോക ബ്രഹ്മലോക പര്യന്തമുള്ള 14 ലോകങ്ങളെ ശാസ്ത്രം പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്കും ഉണ്ടാവും. നമ്മളെ കണ്ണ് എത്തിയില്ലാന്നേ ഉള്ളൂ, നമ്മളെ ചിന്ത എത്തുന്നില്ല. അതിനപ്പുറത്തേക്ക് ഉണ്ടെങ്കിലും അതിന് താഴത്തേക്ക് ഉണ്ടെങ്കിലും ആ ലോകങ്ങൾ മുഴുവൻ പ്രകാശിപ്പിക്കുന്നതും അതിനുപരി നിൽക്കുന്നതുമായിരിക്കുന്ന ആ നായകനാണ് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകൻ. നമ്മൾ സൂര്യനടങ്ങുന്ന ഒരു ഗാലക്സിയിലെ ഒരു കുടുംബത്തിലെ അംഗം മാത്രമാണ് നമ്മൾ. ഇത് അങ്ങനെ എത്ര സൂര്യന്മാരുണ്ട്? സൂര്യനടങ്ങുന്ന ഒരു സൗരയൂഥം, ആ സൗരയൂഥത്തിലെ ഒരു അംഗമാണ്, ഒരു റേഷൻ കാർഡിലെ അംഗം എന്ന് പറഞ്ഞാൽ ഒരു അംഗമാണ് ഭൂമി. ആ ഭൂമിയിലുള്ള അംഗമാണ് ഞാൻ. ഇതുപോലെ എത്ര സൂര്യനുണ്ട്? അപ്പോൾ അഖിലാണ്ട കോടി എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? അതിനെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന നായകൻ എങ്ങനെയുണ്ട്? സങ്കല്പിക്കാൻ പറ്റുമോ? എവിടെ നിന്നാണ് ആ ചിന്ത ശാസ്ത്രത്തിന് വരുന്നത് നോക്കണം. ഞാൻ ഈ വട്ടത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഈ ആശ്രമത്തിനുള്ളിൽ കഴിയുന്ന ഒരാളാണ് എന്നുള്ള കുണ്ടു കിണറ്റിലെ തവള എന്ന ചിന്തയിൽ നിന്ന് മാറി ഈ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകൻ തന്നെയാണ് എന്നിൽ ഞാനായി പ്രകാശിക്കുന്നത്. എത്ര വിപുലമായി നമ്മുടെ മനസ്സ് നോക്കണം. അവിടെ ലോകാസമസ്ത എന്നൊക്കെ പറയുമ്പോൾ ചിന്തിക്കേണ്ടതാ നമ്മളെ ചിന്ത എത്ര ഉയർന്നു എന്ന്. പക്ഷെ നമ്മുടെ പ്രവൃത്തി അതിനൊപ്പം ഉയർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഈ പറയലേ ഉണ്ടാവുള്ളൂ. തൊട്ടടുത്തിരിക്കുന്ന ആളെ പോലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളന്നില്ല. എന്ത് വേണമെങ്കിലും എനിക്ക് പ്രസംഗിക്കാം, എന്ത് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനെ. വാസ്തവത്തിൽ എന്നിൽ ഞാനായിട്ട് വിളങ്ങുന്ന ആ ചൈതന്യം തന്നെയാണ് സർവത്തിലും ലോകം മുഴുവൻ പ്രകാശിക്കുന്നത്. അതിനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ആർക്ക് ആരോട് എന്തിന് എങ്ങനെ എപ്പോഴാണ് ഭേദബുദ്ധി തോന്നില്ല. സ്വാഭാവികമായ പ്രക്രിയ. അതുകൊണ്ട് പറയണ ഏകോദേവ സർവഭൂതേഷു ഗൂഢ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷ സർവഭൂതാദിവാസ സാക്ഷി ചേത കേവലോ നിർഗുണശ്ച. കർമാധ്യക്ഷ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അധ്യക്ഷൻ കർമാധ്യക്ഷൻ. അതറിയുന്നുണ്ട് അയാൾ. അധ്യക്ഷൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മളെല്ലാ പ്രവൃത്തി ചെയ്യുന്നത്. നമ്മൾ ബ്രഹ്മസൂത്രം പഠിക്കുന്നത് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തി ആർക്കാ അറിയാം? എനിക്ക് പ്രകാരം അറിയാം. ഞാൻ തന്നെയാണ് ആ കർമാധ്യക്ഷൻ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് വ്യവഹാരത്തിൽ പറയാം ഭഗവാനും എനിക്ക് മാത്രമേ എന്നെ അറിയുള്ളൂ എന്ന്. അവിടെ രണ്ടും ഇല്ല കേട്ടോ. ഒന്നുകിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ. രണ്ടായാലും എന്നാലും നമ്മൾ വ്യവഹാരത്തിൽ പറയും എന്ത്? പ്രതി ശരീരം ഭിന്നനാണെന്ന് ധരിക്കുന്ന കാലത്തോളം എനിക്ക് എന്നെ അറിയാം. മറ്റൊരാളെ മുന്നിൽ എന്ത് നാടകവും എനിക്ക് കളിക്കാം. പക്ഷേ എന്നെ ശരിക്കും അറിയുന്ന ആൾ ഞാൻ തന്നെയാണ്. അതായത് ഞാൻ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകൻ. അതിനെ വഞ്ചിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ആത്മവഞ്ചന ചെയ്യാൻ ഒരു മനുഷ്യനും സാധ്യമല്ല, ഒരു ജീവിക്കും സാധ്യമല്ല. മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ നല്ലതൊക്കെ ചെയ്യും, നല്ല പിള്ള ചവയാം. പക്ഷേ നല്ലത് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ചീത്തയും ആർക്കറിയാം? എനിക്കറിയാം. രണ്ടും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. രണ്ടിൻ്റെയും ഉൽപ്പന്നമാണ് നമ്മൾ ഓരോരുത്തരും. ഈ ശരീരം ഉൽപ്പന്നമാണ്, അതിനനുസരിച്ചിരിക്കും. അതുകൊണ്ട് പറയുകയാണ് കർമ്മചലനങ്ങൾക്കെല്ലാം സാക്ഷിയായി എല്ലാ ജീവികളിലും അധിവസിക്കുന്നു ആ ദേവൻ സാക്ഷിയാണ്. സാക്ഷി എന്ന് പറഞ്ഞ വാക്ക് സംസ്കൃതത്തിൽ സാക്ഷാദീക്ഷതേ ഇതി സാക്ഷി എന്നാണ്. സാക്ഷാദീക്ഷത, രണ്ടിലും ബന്ധപ്പെടാതെ രണ്ടിനും യഥാഫലം കൊടുക്കുന്ന ആൾ, പ്രത്യേകത കാണിക്കാത്ത ഒരാൾ, അതാണ് സാക്ഷി. അത് ലോകവ്യവഹാരത്തിലും അങ്ങനെ തന്നെയാണ്. സാക്ഷിനെ വയ്ക്കുക എന്ന് എന്താ? രണ്ട് പക്ഷത്തും കക്ഷി ചേരാത്തവൻ, രണ്ടാളെയും വിട്ടുവീഴ്ചിക്കുന്നവൻ. അതെ, അതേപോലെ തന്നെ. അതേപോലെയാണ് സാക്ഷി എൻ്റെ പണി. അപ്പോൾ ഇവിടെ ദേവൻ സാക്ഷിയാണ്. നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തിക്ക്
അയാൾ സാക്ഷിയാണ്. നമ്മൾ ചെയ്യുന്ന ചീത്ത പ്രവൃത്തിക്കും അയാൾ സാക്ഷിയാണ്. അപ്പോൾ അയാൾ കാണുന്നുണ്ടെന്നുള്ള ഓർമ്മ വേണം. അപ്പോൾ ചോദ്യം, ഫലം എങ്ങനെയായിരിക്കും? നല്ലത് ചെയ്താൽ നല്ല ഫലം നമുക്ക് കിട്ടും, ചീത്ത ചെയ്താൽ ചീത്ത ഫലം നമുക്ക് കിട്ടും. സാക്ഷി ഇതിലൊന്നും ബാധകമല്ല. സാക്ഷി രണ്ടും കാണുന്നുണ്ട്. മനസാക്ഷി എന്ന് പറഞ്ഞത് തന്നെ കേട്ടോ, മനസ്സല്ല മനസാക്ഷി. ഈ മനസാക്ഷിയെ ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ മനസാക്ഷി വിരുദ്ധമായ പ്രവൃത്തി അയാളിൽ നിന്നുണ്ടാവില്ല. അപ്പോൾ ആത്മാവ് എന്ന് പറയുന്നത് മനസാക്ഷിയാണെന്ന് ധരിച്ചാൽ അയാൾ ഒരു പ്രവൃത്തി ചെയ്യും. ചീത്ത എന്ന് പേരിട്ട് വിളിച്ചിരിക്കുന്ന പ്രവൃത്തി അത് ആര് നിശ്ചയിക്കുന്നതാ? എൻ്റെ ഉള്ളിൽ നിന്ന് അരുതേ 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 എന്ന് പറയുന്ന പ്രവൃത്തി എൻ്റെ ഉള്ളിൽ നിന്ന് ഇത് ചെയ്തോളൂ എന്നുള്ള പറയുന്ന രണ്ട് ആളുകൾ നമ്മുടെ ഉള്ളിലുണ്ട്. രണ്ടിനും സാക്ഷി ആത്മസാക്ഷിയാണ്. ചെയ്യരുത് എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്താൽ എന്തുണ്ടാവും? നമ്മൾ ദുഃഖിക്കേണ്ടി വരും. ചെയ്തോളൂ എന്ന് പറയുന്ന പ്രവൃത്തി നമ്മൾ ചെയ്താൽ നമ്മൾ സന്തോഷിക്കും. ഇത് രണ്ടും ഭഗവാന് ബാധകമൊന്നുമില്ല. എൻ്റെ ഉള്ളിലാണ് ഇത് രണ്ടും പറഞ്ഞു തരാൻ ആളുണ്ട്. ആ ആത്മസാക്ഷിയാണ് എൻ്റെ ഗുരുവും. പ്രാഥമിക തലത്തിൽ എനിക്ക് പുറമെ ഒരു ഗുരു വേണം, പ്രാഥമിക തലത്തിൽ. പിന്നെ ഗുരു ശിഷ്യനും ആയിട്ടില്ല, പിന്നെ അത് പേരിന് മാത്രമാണ്. ലോകസാമാന്യത്തിന് ഒരു ചടങ്ങിന് വേണ്ടി ഞാൻ ഗുരുവിനെ നമസ്കരിക്കുന്നു, അത്രയേ ഉള്ളൂ. നമസ്കരിച്ചോളണമെന്നില്ല, നമസ്കരിക്കേണ്ടെന്നുമില്ല. അതൊക്കെ ഒരു വ്യായാമം. വാസ്തവത്തിൽ ഞാൻ എന്നെ നമസ്കരിക്കുകയാണ്. നമോ വാകം. ആരെ? തന്നെ. ആരാണ്? തന്നിൽ താനായി നിലകൊള്ളുന്ന ആത്മസാക്ഷിയെ വഞ്ചിക്കാതിരിക്കൽ തന്നെയാണ് ഭഗവാനെ നമസ്കരിക്കൽ, അഥവാ ഗുരുവിനെ നമസ്കരിക്കൽ. ആത്മസാക്ഷിയാണ് ഗുരു. ഗുരുവും ഈശ്വരനും രണ്ടില്ല. ആ തലത്തിൽ ഉള്ളിൽ നിന്ന് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ അയാൾ തോന്നിയോണം ജീവിച്ചോളാനാണ് പറഞ്ഞത്. തോന്നിയോണം ജീവിക്കാനാണ് അയാൾ ചെയ്യുന്നത്. മറ്റൊരാളെ ദൃഷ്ടിയില്ല. എവിടെ എത്തിയെന്നറിയോ? ഗുരുനാഥൻ പറയുകയാണ് ശിഷ്യനോട് ഉപനിഷത്തിൽ ഒരു തൈ കൊടുത്തു. തൈ കൊടുത്തിട്ട് തല കീഴായി കുഴിച്ചിടാൻ പറഞ്ഞു. നിങ്ങൾ എന്തൊരു വിഡ്ഢിയാണ്, തല കീഴായി കുഴിച്ചിട്ടാൽ ഇത് മുളയ്ക്കുമോ എന്ന് ചോദിക്കില്ല. ഗുരുനാഥൻ പറഞ്ഞതനുസരിച്ചാൽ മതി, തിരിച്ച് ചോദ്യം ചെയ്യരുത്. അത്രയും മുളയ്ക്കില്ല എന്നുള്ളതല്ല, അയാൾ പറഞ്ഞനുസരിച്ച് വന്ന അതായത് അത്രയും അടിയുറച്ച ഗുരുശിഷ്യ ബന്ധത്തിലൂടെ മാത്രമേ ആത്മസാക്ഷിയെ സ്വാധീനിക്കാൻ അയാൾക്ക് സാധിക്കുള്ളൂ. ഇതൊരു അഭ്യാസകാലമാണ്. ഗുരുശിഷ്യ ബന്ധത്തിലൂടെ മാത്രമേ അയാൾക്ക് പരമമായ തത്വത്തിലേക്ക് എത്താൻ പറ്റൂ. ഗുരു പറഞ്ഞത് അക്ഷരം പ്രതി വിടാതെ അനുസരിക്കണം. അതൊരു സാധകൻ്റെ ലക്ഷ്യമാണ്. അയാൾ പറയണ മഹാബദ്ധമായിരിക്കും, പക്ഷെ അത് ശിഷ്യന് ചോദ്യം ചെയ്യാൻ അധികാരമില്ല. അതുകൊണ്ടാണ് എന്തിന് പാടത്ത് കൃഷി നടത്തുന്ന ഗുരുനാഥൻ പറയുകയാണ്, പാടത്ത് വെള്ളം കെട്ടാൻ പറയുക. എങ്ങനെ വെള്ളം കെട്ടിയാലും വെള്ളം പൊളിഞ്ഞു പോവുക. അവസാനം ശിഷ്യൻ എന്ത് ചെയ്തു? ഗുരുനാഥൻ പറഞ്ഞ വാക്ക് അതേപോലെ പാലിക്കണം. എന്താ അയാളുടെ പേര്? ആരുണിയാണ്. ഉപനിഷത്തിലുള്ള ഒരു രക്ഷയില്ല. ഗുരുനാഥൻ വെള്ളം കെട്ടാൻ പറഞ്ഞാൽ വെച്ചാൽ ശിഷ്യനെ കാണാനില്ല. മറ്റ് ശിഷ്യന്മാരും ഗുരുനാഥനും കൂടി തെരഞ്ഞു നിന്നപ്പോൾ കാണുന്നത് ഇയാൾ ഈ കെട്ടേണ്ട സ്ഥലത്ത് കിടക്കുക. അതും കൊടും തണുപ്പിൽ. അവിടെ ചോദ്യമില്ല, ചോദ്യം ചെയ്യാതെ അനുസരണം മാത്രമാണ്. അങ്ങനെ അനുസരിച്ച ഒരാൾക്ക് ആ ഗുരു പദവിയിലേക്ക് എത്താൻ പറ്റും. കെട്ടണ മണ്ണ് മുഴുവൻ ഒലിച്ചു പോവുക, അമ്മാരി വെള്ളക്കെട്ട. അപ്പം ഇയാളോട് കടന്നിരിക്കുക. രാത്രിയായിട്ടും ആളെ കാണാനല്ല, അപ്പോഴാണ് തെരഞ്ഞെടുക്കുന്നത്. ഇതൊക്കെ ഉപനിഷത്തിലാണ് പറയണത്. ഉപനിഷത്ത് ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒരു 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 പ്രമാണമാണ്. എന്തിനാ അങ്ങനെ ചോദ്യം ഇല്ല അവിടെ. കാരണം അവിടെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ കാതൽ ഉറപ്പിക്കാനാണ്. അല്ലാതെ അവിടെ വെള്ളം കെട്ടാനല്ല, അവിടെ ചെടി മുളയ്ക്കാനല്ല. അവിടെ അതിലല്ല ക്രിയ പ്രവർത്തിക്കുന്നത് തൻ്റെ ബന്ധം എത്രത്തോളം ഉണ്ടെന്നാണ്. അങ്ങനെ ഉറപ്പിച്ച് ബന്ധം നിലനിർത്താൻ ഒരു ശിഷ്യന് കഴിയുമെങ്കിൽ അയാളാണ് ലോകത്ത് ഗുരു പദവി അലങ്കരിക്കുന്നത്. ആ ശിഷ്യൻ നാളെ ഗുരുവാണ്. തെറ്റല്ലേ എന്നൊക്കെ ബാഹ്യലോകത്ത് നമുക്ക് ചോദിക്കാം. ഗുരു പറയണതൊക്കെ അനുസരിക്കുക, ശരിയാവും. പക്ഷേ അതിൽ നിന്ന് പഠിക്കേണ്ടത് ഇയാളുടെ ഈ അച്ചടക്കമാണ്. അച്ചടക്കം എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കലല്ല കേട്ടോ. ജീവിതത്തിലെ ഒരു അച്ചടക്കം, ക്രമികത ഒക്കെ പഠിക്കുന്നത് ഈ ഗുരുശിഷ്യ ബന്ധത്തിൽ നിന്നാണ്. റെസിഡൻഷ്യലാണത്.
അല്ലാതെ ഇന്നത്തെ സ്കൂൾ വിദ്യാഭ്യാസമല്ല. രാവിലെ പോയി സ്കൂളിൽ പോയിട്ട് വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലേക്ക് മടങ്ങണതല്ല. അത് ഗുരുനാഥൻ്റെ കൂടെ ജീവിച്ച് ഗുരുനാഥൻ്റെ സർവ്വ ചെയ്തികളും ശിഷ്യൻ അനുകരിക്കുകയാണ്, പഠിക്കുകയാണ്, കൂടെ പഠിക്കുക. അതാണ് റെസിഡൻഷ്യൽ സ്വഭാവത്തോടു കൂടിയുള്ള പഠനമാണ് ഗുരുകുല വിദ്യാഭ്യാസം. അങ്ങനെ വേണം ഇന്നും പഠിക്കുന്നത്. അങ്ങനെയാണ്. ഒരു കൊല്ലം ഗുരുനാഥൻ്റെ കൂടെ ഒരു ശിഷ്യന് വസിക്കാൻ കഴിഞ്ഞാൽ അയാൾക്ക് ജീവിതത്തിൽ പഠിച്ചതിൽ ഏറ്റവും വലിയ പഠനം അതുതന്നെയാണ്. കാരണം ഗുരുനാഥൻ പരീക്ഷണാർത്ഥം അയാളെ കുറച്ചും നല്ല കഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവുക. അത് ആവശ്യമാണ്, ഇയാളെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണത്. അത് തപസ്സാണ്. ഏത് ഗുരുനാഥന്മാരോട് ചോദിച്ചോളൂ, അവർ പറയും ഒരു കൊല്ലം ഗുരുനാഥൻ്റെ കൂടെ താമസിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ തപസ്സാണ്. അതാണ് ശാസ്ത്രം, അല്ലാതെ പുസ്തകം പഠിക്കലല്ല. അതിന് ചില്ലറ പണിയൊന്നുമല്ല. ഇവിടെയും പറയുന്നത് അത് തന്നെയാണ്. ഏകോദേവ സർവഭൂതേഷു ഗൂഢ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷ സർവഭൂതാദിവാസ സാക്ഷി ചേതാ കേവലോ നിർഗുണശ്ച. ആ ദേവൻ ഒന്നേയുള്ളൂ. അവൻ സർവ്വജീവജാലങ്ങളിലും ഒളിഞ്ഞിരിക്കുന്നു, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു, എല്ലാറ്റിൻ്റെയും ആത്മാവായി വർത്തിക്കുന്നു, കർമ്മചലനങ്ങൾക്കെല്ലാം സാക്ഷിയായി എല്ലാ ജീവികളിലും അധിവസിക്കുന്നു. ആ ദേവൻ സാക്ഷിയാണ്, ബോധരൂപനാണ്, കേവലനാണ്, നിർഗുണനാണ്. ഈശാവാസ്യോപനിഷത്ത് 8-ാം മന്ത്രത്തിൽ ആത്മാവിനെ ഇങ്ങനെ വിവരിക്കുന്നു: ആത്മാവ് സർവത്ര നിറഞ്ഞിരിക്കുന്നു, അത് പ്രകാശ സ്വരൂപമാണ്, അതിന് ശരീരമില്ല, സൂക്ഷ്മ ശരീരമോ സ്ഥൂല ശരീരമോ ഇല്ല, കാരണ ശരീരവുമില്ല എന്ന്. ധർമാധർമ്മങ്ങൾക്കൊന്നും അവിടെ പ്രസക്തിയില്ല. യാതൊരു പരിമിതിക്കും വഴങ്ങാത്ത നിത്യശുദ്ധ ഭുക്ത സ്വഭാവന. അല്ല ബാഹ്യമായ വിലയിരുത്തലെ കൊണ്ടൊന്നും. 10 മഹാത്മാക്കളുണ്ടെങ്കിൽ 10 ആൾ 10 സ്വഭാവക്കാരായിരിക്കും. പക്ഷെ അവരുടെ ആ സ്വഭാവത്തിനെ അല്ല ബാഹ്യലോകം കാണുന്നത്, അതാണ്. പക്ഷേ അവരുടെ ആന്തരിക നിഷ്ഠയെ കാണുമ്പോൾ അയാൾക്ക് ഏത് സാഹചര്യത്തിലേക്ക് വസിക്കാൻ പറ്റും. ഇപ്പോൾ ഇപ്പോൾ ഒരു സന്യാസം സ്വീകരിക്കുന്ന ഒരു നിയമം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം അയാൾ കുറേ കാലം തണ്ടണം. ഇപ്പോൾ ഇവിടുന്ന് ഹിമാലയം വരെ സഞ്ചരിക്കാം. പണ്ടൊന്നും ബസ്സിലും വണ്ടിയിലും പോകാൻ പാടില്ല എന്നാണ്. ഇപ്പോൾ വണ്ടിയിലൊക്കെ പോകും, എന്നാലും കുറേ അലയണം. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഇന്ന് ലോകത്തിൻ്റെ ലോകസാമാന്യത്തിൻ്റെ ദൃഷ്ടിയിൽ പറയുന്ന കുറേ ദുഷ്ടന്മാരെയും, ലോകസാമാന്യത്തിൻ്റെ ദൃഷ്ടിയിൽ ദുഷ്ടന്മാരെയും കുറേ നല്ല ആൾക്കാരെയും ഒക്കെ നമുക്ക് കാണേണ്ടി വരും. ശൂലം കൊണ്ട് കുത്തിക്കൊല്ലുന്ന സന്യാസിയെ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ സാഹചര്യത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ശൂലം കൊണ്ട് വടക്കേന്ത്യയിൽ കുറേ സന്യാസിമാർ തൃശൂലം ഒരാളെ കുത്തിക്കൊല്ലുന്നത് കണ്ടു പ്ലാറ്റ്ഫോമിൽ കിടന്നുറങ്ങുമ്പോൾ. എന്തിനൊന്നും ചോദ്യമല്ല, ഇതൊക്കെ നമ്മളെ കാണിക്കാനാണ്. നമ്മളെ പരീക്ഷണാർത്ഥം നമ്മളിതൊക്കെ അനുഭവിക്കേണ്ടി വരും. അവിടെ എന്താ സംഭവം എന്ന് നമുക്ക് അന്വേഷിക്കാൻ പറ്റില്ല. കുറേ നല്ലതും കാണും, കുറേ ചീത്തയും കാണും. ഇതൊക്കെ കണ്ടിട്ട് അതിൻ്റെ ഉൽപ്പന്നമാണ് നമ്മൾ. അതെ, ഹരിദ്വാറിൽ എന്ത് പോലീസ്, സന്യാസിമാരെന്ത് ചെയ്താലും അവിടെ പോലീസിനൊന്നും ഒരു വിലയില്ല. ഇപ്പോൾ മണികർണികാട്ടിൽ ശവം കൊണ്ടുപോയി കത്തിക്കുന്നുണ്ട്. എത്ര ആൾക്കാർ കൊലപാതകം ചെയ്തിട്ടും കൊണ്ടുപോയി കത്തിക്കുന്നുണ്ടാവില്ല, ആർക്കറിയാം. ഇത് അവിടെ ചോദ്യമല്ല, ദുരുപയോഗം ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മളെന്താ പഠിക്കേണ്ടത്? നമ്മളിതൊക്കെ പഠിക്കുമ്പോൾ ആ സന്യാസി ഇങ്ങനെ ചെയ്തല്ലോ, എനിക്ക് സന്യാസം വേണ്ട എന്നല്ല പഠിക്കുന്നത്. മറിച്ച് ഇതൊക്കെ ലോക സ്വഭാവമാണ്, ലോകത്തിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്, അതിലുപരി ഞാൻ എത്തണം. ഇതൊക്കെ കണ്ടിട്ട് വേണം അതിൻ്റെ നന്മയും തിന്മയും ഒക്കെ മനസ്സിലാക്കിയിട്ട് എന്നിട്ട് ഞാൻ ആരാന്ന് തീരുമാനിക്കണം. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇല്ല എന്നല്ല, മറിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അത് ലോക നിയമമാണ്. കർമ്മഫലമാണ് ഓരോന്നും അനുഭവിക്കുന്നത്, ചെയ്യുന്നതും അത് തന്നെയാണ്. അതിൻ്റെ മധ്യേ ഞാൻ എന്നെ കാണുന്നുണ്ട്. ഭഗവാൻ അറിയാത്തത് എന്തെങ്കിലും ഉണ്ട്? ഇവിടെ കർമ്മസാക്ഷിയാണ് ഈ ഭാഗം. ഇതിന് സാക്ഷി ആരാ? ആരാ സാക്ഷി? ഏകോ ദേവ സർവഭൂതേഷു കൂട കൂട്ടിച്ചേർക്കണം. ഭഗവാൻ അറിയാത്തത് എന്തെങ്കിലും ഇവിടെ നടക്കുമോ? പിന്നെ ആരെ ഭയപ്പെടണം? എന്തിന് ഭയപ്പെടണം? എനിക്ക് നന്നാവാം, പക്ഷെ മറ്റൊരാളെ നന്നാക്കാൻ എനിക്ക് പറ്റും. ഊർജം എന്ന് വേണമെങ്കിൽ പേര് പറയാം. ഊർജത്തിന് ഉപരി എന്തെങ്കിലും ഉണ്ടോ? ഊർജത്തിൽ 2ആയി തിരിക്കും: ദ്രവ്യം, ഊർജം. ഊർജം തന്നെ 2ആയിട്ട് തീരും. ഇന്നിപ്പോൾ ഊർജം എന്ന് പറയുന്നത് നാളെ ദ്രവ്യമാവും, ഇല്ലേ? എന്താ അഭിപ്രായം? നമ്മളിപ്പോൾ ഊർജമാണോ ദ്രവ്യമാണോ? നമ്മൾ മരിച്ചാൽ എന്തായി? ജഡായി. അപ്പം എന്താ? ദ്രവ്യം. അപ്പം ആരെ നമ്മളെ ചുടുന്നത്? ആരാ? ഊർജം.
അപ്പോൾ ജീവുള്ള ഒരാൾ മരിച്ചു പോയ ഒരാളെ ചുടുമ്പോൾ ആ ജീവുള്ള ആൾ ഊർജം, മരിച്ചു പോയ ആൾ ദ്രവ്യം എന്ന് പറയാം. അപ്പോൾ ഇതിനു മുമ്പ് ആ മരിച്ചു പോയ ആൾ അതിന് മുമ്പ് എന്തായിരുന്നു? ഊർജമായിരുന്നു. അപ്പോൾ ഊർജവും ദ്രവ്യവും ശരിക്ക് തുല്യമല്ല, അത് എപ്പോഴും മാറി വരാം. ദ്രവ്യം എന്ന് പറഞ്ഞാൽ അവിടെ മാറ്റർ ഉണ്ട്. സൂര്യൻ നമ്മൾ കാണുന്നു, ഇവിടെ നിന്ന് നോക്കിയാൽ സൂര്യനെ കാണുന്നു. സൂര്യൻ എന്താണ്? ഊർജമാണോ ദ്രവ്യമാണോ? ഊർജമാണെങ്കിൽ കാണാൻ പറ്റില്ല. കാണുന്നുണ്ടെങ്കിൽ അത് ഏതാണ്? കാണുന്നുണ്ടെങ്കിൽ അത് ദ്രവ്യമാണ്. ഊർജം ദ്രവ്യത്തെ പ്രകാശിപ്പിക്കുമ്പോഴാണ് സൂര്യനായിട്ട് നമുക്ക് കാണുന്നത്. ദ്രവ്യമയമായതാണ് ആകാരം. ആകാരം ഉണ്ടെങ്കിൽ, കാണുന്നുണ്ടെങ്കിൽ അത് എന്താണ്? പ്രകാശത്തെ നമുക്ക് കാണാൻ പറ്റുമോ? പ്രകാശം കേവല ഊർജമാണ്. പ്രകാശത്തെ കാണാൻ നമുക്ക് കഴിയില്ല. കണ്ണിന് കാണാൻ എന്ത് വേണം? പ്രകാശം വേണം. കണ്ണിന് പ്രകാശത്തെ കാണാൻ പറ്റില്ല. മനസ്സിലാവേണ്ടത്? കണ്ണിന് പ്രകാശത്തെ കാണാം. പിന്നെ ആ കാണുന്ന പ്രകാശമല്ലേ? അല്ല, അത് പ്രകാശം തട്ടി പ്രതിഫലിക്കുന്ന മാറ്ററാണ്. അത് ദ്രവ്യമാണ്. ദ്രവ്യാത്മകമായ ട്യൂബിനെയാണ് ഞാൻ കാണുന്നത്. ഊർജാത്മകമായതിനെ കാണാൻ എനിക്ക് കഴിയില്ല, കാരണം ഊർജത്തിന് മാറ്റർ ഇല്ല. നമ്മളെ മാറ്റർ ആക്കിയിട്ട് രണ്ടു മണി കൂട്ടിയിട്ടാണ് ആര് ചെയ്യുന്നത്? ഊർജം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആത്മാവ് പ്രകാശിപ്പിക്കുമ്പോഴാണ് ഈ ശരീരം ഞാനാണെന്നുള്ള ബോധം ഉണ്ടാവുന്നത്. അത് വേർതിരിച്ച് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയാം. ഇവിടെ ഈശ്വരൻ എന്ന് പറയുന്നത് ഊർജത്തെ, കേവലം ഊർജത്തെയാണ്. അതിന് രൂപമില്ല. രൂപം വരുന്നതോടുകൂടി എന്തായി? അത് ദ്രവ്യാത്മകമായി. അപ്പം നമ്മളിലുള്ളത് ഏതാണ്? ദ്രവ്യത്തോട് കൂടി ചേർന്ന ഊർജമാണ്. അതാണ് ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയത എന്നൊക്കെ ഗീത ചർച്ച ചെയ്യുന്നത്. ഇതിനെ രയി പ്രാണൻ എന്നുള്ള അർത്ഥത്തിലാണ് ഉപനിഷത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്. രയി എന്ന് പറഞ്ഞാൽ ദ്രവ്യം, ഊർജം എന്ന് പറഞ്ഞാൽ പ്രാണൻ. പ്രകാശത്തെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. ഊർജം. പ്രാണം പോയാൽ അത് രയി. കഴിക്കുന്ന ഭക്ഷണം ദ്രവ്യം, കഴിക്കുന്നവൻ ഊർജം. ഇത് രണ്ടും കൂടി ചേർന്നാൽ അതാണ് നമ്മൾ കാണുന്നത്. ഒന്ന് മാത്രമായിട്ട് കാണാൻ നമുക്ക് കഴിയില്ല. ദ്രവ്യത്തെ കാണാം, പക്ഷെ ഊർജത്തെ കാണാൻ പറ്റില്ല. ഊർജം സർവ്വവ്യാപിയാണ്. എല്ലാം ഊർജമാണ്. ഊർജം ഇല്ലാത്ത സ്ഥലമല്ല. അതിനെ നമ്മൾ വേർതിരിക്കും. അല്ല, ഊർജവും ദ്രവ്യമാണ്. നമ്മൾ ഈ ഊർജത്തിനും ദ്രവ്യത്തിനും ഉപരി ഒന്നുണ്ട്. അതിനെ നമ്മൾ ബ്രഹ്മം എന്ന് പറയുന്നത്. ഈശ്വരൻ എന്ന് പറയുന്നത് ശരിക്കും ആ തലമാണ്. ഒന്നിൻ്റെ രണ്ട് വശങ്ങളാണ് ദ്രവ്യവും ഊർജവും. ഈ രണ്ടിനും ഉപരി ഉണ്ടല്ലോ, അതാണ് വാസ്തവത്തിൽ ഈശ്വരൻ. ആത്മാവ് എന്ന് പറയുമ്പോഴേക്കും അത് ഇറങ്ങി വന്നു. ബ്രഹ്മം എന്ന് പറയുന്നത് ശരി. അതെ, ഈശ്വരൻ എന്ന് പറയുമ്പോഴും അത് പോരാ. പരമമായ സത്യം, ഒരു പിഴവുമില്ല. പരമമായ സത്യം, അതിനെയാണ് ഇവിടെ പറയുന്ന. ശരീരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മനസാക്ഷിയാണ് ഈശ്വരൻ. അതന്നെയാണ് ശാസ്ത്രം വരുന്നത്. ശാസ്ത്രം തരുന്നത് അത് തന്നെയാണ്. ഈ മനസാക്ഷിയെ ഉണർത്തലാണ് മെഡിറ്റേഷൻ, ധ്യാനം. ധ്യാനം കൊണ്ട് മെഡിറ്റേഷൻ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? എന്താ? ആ മനസാക്ഷിയെ ഉണർത്തല. ഏതായാലും കുറച്ച് മതി. ഇത് ഇന്ന് എത്രയായി? 5:15 മതി. നല്ല ഭാഗമാണ്, നല്ല ഭാഗമാണ്.